Am I audible? Yes, ma'am. Good morning, ma'am. നമുക്ക് കഴിഞ്ഞ 2 സെഷനുകളുടെ ബാക്കി കണ്ടിന്യൂഷൻ വേർഷൻ ആണ് ഇന്നും വരുന്നത്. ടൈം മാനേജ്മെന്റ് പാർട്ട് 3 ഫൈനൽ വേർഷൻ. ഓക്കെ, ഡയറക്ട്ലി നമുക്ക് നമ്മുടെ സെഷനിലേക്ക് കടക്കാം അല്ലേ? ഇനി അത് ഓക്കെ, എല്ലാവരും എന്നും പറയുന്ന പോലെ വീഡിയോ ഓൺ ആക്കും. മാക്സിമം പറ്റുന്നവരെല്ലാം വീഡിയോ ഓൺ ആക്കിയിട്ട് വരും. It will be more convenient to Good morning, ma'am. good morning. Okay, thank you. നമ്മുടെ ടോപ്പിക്കിലെ ഇന്നത്തെ വേർഷൻ വരുന്നത് ബീറ്റിംഗ് പ്രോക്രാസ്റ്റിനേഷൻ. നമ്മള് ടൈം മാനേജ്മെന്റിനെ പറ്റിയിട്ടുള്ള 2 സെഷൻ കഴിഞ്ഞു. ഇത് ലാസ്റ്റത്തെ സെഷൻ ആണ്. അപ്പൊ നമുക്ക് ഈ രീതിയിലുള്ള അതായത് നമ്മുടെ അതിന്റെ ടെക്നിക്സ് എന്താണെന്നും ടൂൾസ് എന്താണെന്നും ഏതൊക്കെ ടൂൾസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ടൈം മാനേജ് ചെയ്യാൻ ഉള്ള ടൈം മാനേജ്മെന്റിന്റെ ആ ഒരു വേർഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള വേണ്ടിയിട്ട് ഏതൊക്കെ ടൂൾസ് നമുക്ക് യൂസ് ചെയ്യാന്നുള്ളതിനൊക്കെ പറ്റി നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അടുത്തത് നമുക്ക് എന്താണ് വരുന്നത്, ഇതിന്റെ കാരണമായിട്ട് വരുന്ന അല്ലെങ്കിൽ ഇതിന് നമുക്ക് പ്രശ്നം വരുന്നത് എന്താണ്, നമുക്ക് കൺസിസ്റ്റൻസി കിട്ടുന്നില്ല അല്ലെങ്കിൽ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്തു പോകുന്നു. ഇത് നമ്മളെല്ലാം മനസ്സിലാക്കി ഇതവിടെ കണ്ടിന്യൂ ചെയ്യാനോ തുടങ്ങാനോ ഒന്നിനും നമുക്ക് പറ്റുന്നില്ല. പ്രോക്രാസ്റ്റിനേഷൻ വരുന്നു. ഹൗ, എങ്ങനെ വരുന്നു, അതിനെ നമുക്ക് എങ്ങനെ ബീറ്റ് ചെയ്യാം? ദാറ്റ് ഈസ് ബീറ്റിംഗ് പ്രോക്രാസ്റ്റിനേഷൻ. നമുക്ക് ആ പ്രോക്രാസ്റ്റിനേഷൻ മാറ്റി കഴിഞ്ഞാലുള്ളൂ ഇതിനെ ഈ ഒരു ആക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ നമുക്ക്, അല്ലേ? ആക്ഷൻ എടുക്കണമല്ലോ. അപ്പൊ അതിന് ബീറ്റിംഗ് പ്രോക്രാസ്റ്റിനേഷനെ പറ്റി നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. നമ്മുടെ ടാസ്കുകളൊക്കെ ഡിലേ ചെയ്യുന്നു, അല്ലേ? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, പക്ഷെ വലിയൊരു അൺപ്ലസന്റ് ആയിട്ടുള്ള കാര്യമൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ ഡിലേ ചെയ്തു പോകും, നമുക്ക് ചെയ്യാൻ വലിയ താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ അതിനെയാണ് പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. ഫീൽ ഓഫ് പെർഫെക്ഷനിസം വരുന്നതിന്റെ ഫെയിലിയറിനെയോ പെർഫെക്ഷനിസ്റ്റെയോ പേടിച്ചുകൊണ്ട് എന്ത് ചെയ്യും, പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നു. ലാക്ക് ഓഫ് മോട്ടിവേഷൻ കുറവുള്ളത് കൊണ്ട്, ഇൻട്രസ്റ്റ് താല്പര്യം കുറവുള്ളത് കൊണ്ട് പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്തു പോകുന്നു. ഒരുപാട് ഓവർവെൽംഡ് ആയതുകൊണ്ടോ അല്ലെങ്കിൽ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ് ചെയ്യാൻ പോകുന്നത്, ഭയങ്കര ബുദ്ധിമുട്ടേറിയ ടാസ്ക് ആണ്, അപ്പൊ അതിന്റെ ഒരു പേടി കാരണം പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നു. പുവർ ടൈം മാനേജ്മെന്റ് ഓർ അൺക്ലിയർ ഗോൾസ്, നമുക്ക് കൃത്യമായ ഗോൾസ് ഇല്ലാത്തത് കൊണ്ട് പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നു. ഈസിലി ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുള്ള ഒരു എൻവിറോൺമെന്റിലാണ് നമ്മൾ നിൽക്കുന്നത്, then പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നു. നമുക്ക് ഡിസ്ട്രാക്ഷൻസ് ഒരുപാട് വരുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നു. എഫക്റ്റീവ് സ്ട്രാറ്റജീസ് ടു ബീറ്റ് പ്രോക്രാസ്റ്റിനേഷൻ എന്തൊക്കെയാണ്? ഇഫ് എ ടാസ്ക് ടേക്ക് 2 minute റൂൾ എന്ന് പറയും. ഇഫ് എ ടാസ്ക് ടേക്സ് ലെസ് ദാൻ 2 minutes, ഡു ഇറ്റ് ഇമ്മീഡിയറ്റ്ലി. 2 മിനിറ്റിന്റെ ഉള്ളിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടാസ്ക് ആണെങ്കിൽ, അത്രയുള്ള ഒരു ടാസ്ക് വരുന്നത്, then do it immediately. സ്പോട്ടിൽ തന്നെ അത് ചെയ്യണം, പെട്ടെന്ന് തന്നെ ചെയ്യണം. അതിന് വേണ്ടി സമയം മാറ്റി വെക്കുക.
കുറച്ച് സമയമൊന്നും വരില്ല. 2 മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ സമയം അല്ലേ? പിന്നെന്താണ്, ചെറിയ ചെറിയ ടാസ്കുകളെ നമ്മളെപ്പോഴും പെട്ടെന്ന് ചെയ്യാൻ നോക്കുക. അതിങ്ങനെ അവിടെ തന്നെ വെച്ച് എന്ത് ചെയ്യരുത്, ഒരുപാട് വലിയൊരു സംഭവമാക്കി മാറ്റരുത്. ചെറിയൊരു ടാസ്ക് ആണ്, അത് ഇപ്പൊ ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യും. പക്ഷെ അതങ്ങനെ പ്രൊക്രാസ്റ്റിനേഷൻ ചെയ്ത് നീട്ട് വെക്കും തോറും ഇതിങ്ങനെ കൂടി വരും. നമുക്ക് സ്ട്രെസ് ആയി വരും. നമുക്കത് മുഴുവനായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ വരും. അടുത്തത് എന്താണ്, ബ്രേക്ക് ടാസ്ക് ഇൻടു സ്മാളർ സ്റ്റെപ്പ്. ഓരോ ടാസ്കിനെയും ചെറിയ സ്റ്റെപ്പ് ആക്കിയിട്ട് ബ്രേക്ക് ചെയ്യുക. എന്നിട്ട് കുറച്ചായിട്ട് ചെയ്യുക. ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ ആക്കണ്ട, 1 മിനിറ്റ് കേട്ടോ. ഓക്കെ, സ്മാൾ ടാസ്കുകളെ എന്ത് ചെയ്യാം, പില്ല് ചെയ്ത് വെക്കാൻ, കൂട്ടി വെക്കാതെ പെട്ടെന്ന് തന്നെ ചെയ്തിട്ട് എന്ത് ചെയ്യാം, സ്ട്രെസ് ഇല്ലാതെ ആക്കുക. അടുത്തത് എന്താണ്, ബ്രേക്കിംഗ് ടാസ്ക് ഇൻടു സ്മാളർ സ്റ്റെപ്സ്. ചെറിയ സ്റ്റെപ്പുകളിലാക്കിയിട്ട് മാറ്റിയെടുക്കുക. മേക്ക് ലാർജ് ടാസ്ക് മോർ മാനേജബിൾ ആൻഡ് ഈസിയർ ടു സ്റ്റാർട്ട്. വലിയ ടാസ്കുകളാണെങ്കിൽ കുറച്ചുകൂടി മാനേജബിൾ ആയിട്ടും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യുക, ചെറിയ ടാസ്കുകളാക്കി മാറ്റിക്കൊണ്ട് അത് വേഗം ചെയ്ത് തീർക്കുക. ദീസ് ആർ ബിയോണ്ട് പ്രയോറിറ്റീസ്. നമ്മുടെ പ്രയോറിറ്റിക്ക് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രയോറിറ്റിക്ക് അനുസരിച്ച് സെറ്റ് ചെയ്ത് വെക്കാം. ഇങ്ങനെ നമ്മുടെ ഓരോ കാര്യങ്ങളും ചെയ്തു വരുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന ഈ പ്രോക്രാസ്റ്റിനേഷൻ മാറിക്കിട്ടും. ഓരോ കാര്യങ്ങളിലും ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ. യൂസ് അക്കൗണ്ടബിലിറ്റി, ഷെയർ ഗോൾസ് വിത്ത് ഫ്രണ്ട് ഓർ കൊളീഗ്. നമ്മുടെ ഗോളുകൾ എന്തൊക്കെയാണോ അത് നമ്മുടെ ഫ്രണ്ടുമായിട്ടോ കൊളീഗുമായിട്ടോ ആരെങ്കിലും ആയിട്ട് സംസാരിക്കുക. നമ്മളെ ഫോഴ്സ് ചെയ്യാനും നമ്മളെ ഓർമ്മിപ്പിക്കാനൊക്കെ ഒരാളുണ്ടായിരിക്കും. നമ്മള് പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്തു പോകുമ്പോഴോ അല്ലെങ്കിൽ ചെയ്യാതിരിക്കുന്ന സമയത്തോ ഒക്കെ നീ ഇങ്ങനെ ചെയ്താൽ പറ്റില്ലല്ലോ, നിനക്കിത് കംപ്ലീറ്റ് ആക്കാനില്ലേ എന്ന് ചോദിക്കാൻ ഒരാളുണ്ടാവുന്നത് നമ്മൾ ഫോഴ്സ് ചെയ്യാൻ നല്ലതാണ്. അപ്പൊ അത് നമ്മൾ ഷെയർ ചെയ്യുക എപ്പോഴും. ഓക്കെ, സെറ്റ് ഡെഡ് ലൈൻസ് ആൻഡ് സെറ്റ് ഇൻ ടു സ്റ്റേ ഓൺ ട്രാക്ക്. ഡെഡ് ലൈനുകൾ ക്രിയേറ്റ് ചെയ്യുക, എപ്പോഴും ട്രാക്കിലൂടെ ആ ഒരു ട്രാക്ക് ഫോളോ ചെയ്യുക. അടുത്തത് എന്താണ്, ടൈം ബ്ലോക്കിംഗ് ആൻഡ് പോമഡോരോ ടെക്നിക്ക്. ഇത് രണ്ടും നമ്മൾ ഇന്നലെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ടൈം ബ്ലോക്കിംഗ് ആൻഡ് പോമഡോരോ ടെക്നിക് ഓർമ്മയുണ്ടോ? You remember what is time blocking and Pomodoro technique? Just ഒന്ന് കമന്റ് ഡൗൺ ചെയ്തേ, യെസ് ഓർ നോ. നമ്മൾ ഇന്നലത്തെ സെഷനിൽ ഇതിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. യെസ്, ഷെഡ്യൂൾ വർക്ക് ഫോക്കസ്ഡ് സെഷൻ. ഷെഡ്യൂൾഡ് ഫോക്കസ്ഡ് വർക്ക് സെഷൻ. 25 മിനിറ്റ്സ് വർക്ക് ചെയ്യുക, 5 മിനിറ്റ്സ് ബ്രേക്ക് കൊടുക്കുക. മൊമെന്റംസ് ബിൽഡ് ചെയ്തുകൊണ്ട് ഡിസ്ട്രാക്ഷൻസിനെ റെഡ്യൂസ് ചെയ്യുക. യെസ്, അടുത്ത എന്താണ്, റിവാർഡ് പ്രോഗ്രസ്. നമ്മൾ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ചെറിയ റിവാർഡുകൾ സെറ്റ് ചെയ്യുക, മിനി റിവാർഡ്സ്. നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാനും നമ്മളെ തന്നെ ഒന്ന് എംപവർ ചെയ്യാനും മുന്നോട്ട് വരാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും.
നമ്മൾ ചെറിയ ചെറിയ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഓരോ റിവാർഡുകൾ സെറ്റ് ചെയ്യാം. ഓക്കെ. ദെൻ ഐഡന്റിഫൈ റൂട്ട് കോസ്. റൂട്ട് കോസ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. എന്താണ് നമ്മൾ എന്തിനാണ് ഈ ടാസ്കുകളെല്ലാം അവോയ്ഡ് ചെയ്യുന്നത്? നമുക്ക് എന്തിനാണ് പേടി? ബോർഡം, അൺസർട്ടനിറ്റി, ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അപ്പൊ നമ്മൾ എങ്ങനെ എന്ത് ചെയ്യണം? ഇതിന്റെ റൂട്ട് കോസ് എന്താന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം. സെൽഫ് അവയർനെസിന്റെ ഭാഗമായി നമ്മൾ സെൽഫ് ടോക്കിന്റെ ഭാഗമായി നമ്മൾ നമ്മളോട് തന്നെ ചോദിച്ചുകൊണ്ട് ഇത് മനസ്സിലാക്കണം. എന്തുകൊണ്ട്? ഇപ്പൊ പ്രോക്രാസ്റ്റിനേഷനെ പറ്റി മുമ്പ് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതൊരിക്കലും ഒരു മടിയല്ല, അല്ലെങ്കിൽ ഒരു അങ്ങനെയല്ല, ഇതൊരു കണ്ടീഷൻ ആണ്. ഇതിനെന്തെങ്കിലും ഒരു റീസൺ ഉണ്ടായിരിക്കും. ആ റീസൺ എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം എന്നുള്ളത്. അതിന്റെ ഒരു റൂട്ട് കോസ്, അടിസ്ഥാനപരമായിട്ട് ഇതിന്റെ കാരണം എന്താണെന്നുള്ളത് നമ്മൾ നമ്മളോട് തന്നെ ചോദിച്ച് കണ്ടുപിടിക്കുക, മനസ്സിലാക്കുക. എന്തുകൊണ്ടാണോ? നമുക്ക് സ്ട്രെസ് ഉള്ളത് കൊണ്ടാണോ? ആൻസൈറ്റി ഉള്ളത് കൊണ്ടാണോ? ഫിയർ ഉള്ളത് കൊണ്ടാണോ? ഇനി ഈ ഫിയർ എങ്ങനെ വന്നു? എന്തിനെയാണ് ഫിയർ ഉള്ളത്? എപ്പോ തൊട്ട് ഇതുണ്ടായി? എന്താണ് ഇതിന്റെ റീസൺ? ഇതിങ്ങനെ ചോദിച്ചിട്ട് അതിന്റെ റൂട്ട് കോസ് മനസ്സിലാക്കുക, ഐഡന്റിഫൈ ചെയ്യുക, ദെൻ അത് മാറ്റിയെടുക്കാൻ നോക്കുക. ഓക്കെ. അപ്പൊ നമുക്ക് ഈ ഒരു റൂട്ട് കോസ് മനസ്സിലാക്കുന്നതിലൂടെ നമ്മുടെ ഇഷ്യൂ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് അതിനെ കുറച്ചു കൊണ്ടുവരാൻ പറ്റും. ഇൻ കേസ് നമ്മളെ കൊണ്ട് പറ്റാത്ത സാഹചര്യങ്ങളിലാണ് എക്സ്റ്റേണൽ സപ്പോർട്ട് നേടാനും തെറാപ്പീസ് നേടാനും ഹീൽ ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കും. അതിനെന്ത് വേണം? നമ്മളെ റൂട്ട് കോസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ട് ഇതെല്ലാം സംഭവിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. നോക്കി, എനിക്ക് പ്രോക്രാസ്റ്റിനേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു, എനിക്കിത് പക്ഷെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല, തുടങ്ങാൻ പോലും സാധിക്കുന്നില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇത് എന്തുകൊണ്ട് സംഭവിക്കും എന്നുള്ളത് നമുക്ക് കൃത്യമായ ഒരു ഐഡിയ ഉണ്ടാവണം. നമ്മൾ നമ്മളോട് തന്നെ ചോദിച്ചുകൊണ്ട് അതിന്റെ റൂട്ട് കോസ് മനസ്സിലാക്കണം. അല്ലെങ്കിൽ എന്താണ് നമ്മളിലൂടെ കടന്നു പോകുന്ന ഇമോഷൻ, എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദെൻ വാട്ട്സ് നെക്സ്റ്റ്, അതിന് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്ന് നോക്കണം. എക്സ്റ്റേണൽ സപ്പോർട്ട് വേണമെങ്കിൽ അത് ചെയ്യണം. ഓക്കെ. അപ്പൊ അങ്ങനെ അത് മാറ്റിയെടുക്കുമ്പോൾ മാത്രമേ നമുക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഇത് കണ്ടിന്യൂഷൻ കിട്ടാനോ നമ്മളൊരു ട്രാക്കിലൂടെ ആ ഒരു ട്രാക്ക് തെറ്റാതെ പോകാനൊക്കെ നമ്മൾ സഹായിക്കുള്ളൂ. എന്താണ് പ്രോബ്ലം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. ഫൈനൽ ടിപ്പ് എന്താണ്? ടേക്ക് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. എന്ത് തന്നെ സംഭവിച്ചാലും ഒരു സ്റ്റെപ്പ്, ഫസ്റ്റത്തെ സ്റ്റെപ്പ് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. അത് നമ്മൾ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങനെ പോയിക്കോളും. അത് തുടങ്ങുക എന്നുള്ളതാണ്. അപ്പൊ ചലഞ്ചിങ് ആയിട്ടുള്ള ഈ ഒരു കാര്യം എന്ത് തന്നെ സംഭവിച്ചാലും ഞാൻ ചെയ്യാൻ പോവാണ് എന്ന് കരുതി തീരുമാനിച്ചുകൊണ്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുക. ടേക്ക് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. അങ്ങനെ ഒരു ചെറിയൊരു സ്റ്റെപ്പ് നമ്മൾ എടുക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചിലപ്പോ അതിന് പിന്നെ അത് നിൽക്കൊന്നുമില്ല, തുടങ്ങാനേ ബുദ്ധിമുട്ടുണ്ടാവും. തുടങ്ങിക്കഴിഞ്ഞാൽ അതിങ്ങനെ കണ്ടിന്യൂഷൻ ആയിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതാദ്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എന്ത് തന്നെ സംഭവിച്ചാലും തുടങ്ങുക. ഞാൻ വിട്ടുകൊടുക്കില്ല, ഞാൻ നിർത്തുന്നില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കണം. ആർ യു റെഡി ടു ടേക്ക് ദ ഫസ്റ്റ് സ്റ്റെപ്പ്? നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാൻ വേണ്ടി നിങ്ങൾ റെഡി ആണോ? യെസ്, താങ്ക് യു. ഒരാൾ മാത്രമേ ഉള്ളൂ റെഡി ആയിട്ടുള്ളത്? ഒരാൾ മാത്രമാണോ? ഓക്കെ, ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാൻ വേണ്ടി റെഡിയാണ് എന്ന് പറയുന്നത് ഒരാൾ മാത്രമാണോ? ഇനിയില്ല. യെസ്, വെരി ഗുഡ്. നമ്മള് സമയമില്ല എന്ന് പറയുന്നു. ഓക്കെ, വെരി ഗുഡ്, എന്തായാലും പിടിച്ചെടുക്കും എന്നുള്ള നിലയിലാണ് പോണത്. ഇംഗ്ലീഷ് വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. മനസ്സിലാവണമെന്നില്ല മുഴുവൻ, എന്നാലും പിന്നെ മനസ്സിലായിക്കോളും എന്നുള്ളതില് മുന്നോട്ട് പോവുക. വെരി ഗുഡ്. നമ്മള് ഈ പറഞ്ഞ പോലെ ഇപ്പോ സമയമില്ല എന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് ടൈമിനെ മാനേജ് ചെയ്യാം.
അതിനുള്ള ടെക്നിക്കുകളുണ്ട്, അല്ലെങ്കിൽ അതിന് ഈ മെത്തേഡുകളുണ്ട്, ഈ മെത്തേഡ്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞു. പക്ഷെ വീണ്ടും തുടങ്ങാൻ പറ്റുന്നില്ല. അപ്പൊ എന്താണ് പ്രോക്രാസ്റ്റിനേഷൻ വരുന്നു. അപ്പൊ പ്രോക്രാസ്റ്റിനേഷൻ എന്തുകൊണ്ട് വരുന്നു, അതിനെപ്പറ്റി നമ്മൾ ആലോചിച്ചു നോക്കി. എന്താണ് പ്രോക്രാസ്റ്റിനേഷൻ എന്നും എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്നും ഒക്കെ മനസ്സിലായി. അപ്പൊ തുടങ്ങാൻ പറ്റാത്തത് മേ ബി നമുക്ക് പ്രോക്രാസ്റ്റിനേഷൻ ഉണ്ടാകുന്നതുകൊണ്ടായിരിക്കും. അപ്പൊ എന്തുകൊണ്ട് പ്രോക്രാസ്റ്റിനേഷൻ വരുന്നു, അതിന്റെ റൂട്ട് കോസ് എന്താണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. അങ്ങനെ അത് മാറ്റിയെടുത്തുകൊണ്ട് നമുക്ക് വീണ്ടും മുന്നോട്ട് പോകാം. പിന്നോട്ട് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം വരുന്നില്ല, മുന്നോട്ട് പോവുക തന്നെ ചെയ്യാം. പിന്നെന്താണ് വേണ്ടത്, ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുക. ടേക്ക് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യം അതാണ്. അപ്പൊ ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുന്നതിലൂടെ പിന്നെ അതങ്ങനെ പോയിക്കോളും. പിന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് പോവാൻ നമ്മൾ തീരുമാനിക്കുക, ശ്രദ്ധിക്കുക. ഇതൊക്കെ തന്നെയാ കൺസിസ്റ്റന്റ് ആയിട്ട് പോവുക എന്നുള്ള ഒരേ ഒരു തീരുമാനം നമ്മളിൽ ഉണ്ടാവുക. എന്നിട്ടും അവിടെ വീണ്ടും ഡിസ്ട്രാക്ഷൻസ് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഡിസ്ട്രാക്ഷൻസ് വരുന്നു എന്നുള്ളത് വീണ്ടും നമ്മൾ സെൽഫ് ടോക്ക് ചെയ്യുക, ഐഡന്റിഫൈ ചെയ്യുക, റൂട്ട് കോസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അടുത്തതാണ് ബിൽഡ് യുവർ ആക്ഷൻ പ്ലാൻ. ആക്ഷൻ എടുക്കുക. ഇതെല്ലാം മനസ്സിലാക്കിയാലോ അറിഞ്ഞാലോ മാത്രം പോരാ, ആക്ഷൻ എടുക്കണം. എനിക്കിതെല്ലാം അറിയാം, എനിക്കിതെല്ലാം മനസ്സിലായിട്ടുണ്ട്, എനിക്കെല്ലാം കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. ഞാൻ നോട്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ വീണ്ടും റെക്കോർഡൊക്കെ കേൾക്കാറുണ്ട്. പക്ഷെ ആക്ഷൻ എടുത്തിട്ടില്ല. ദെൻ അതിൽ വല്ല കാര്യമുണ്ടോ? ഉണ്ടോ? അങ്ങനെ ഇതിങ്ങനെ കേട്ടതുകൊണ്ട്, അറിഞ്ഞതുകൊണ്ട്, എനിക്ക് മനസ്സിലായതുകൊണ്ട്, ഇതെല്ലാം മനസ്സിലായതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവുന്നുണ്ടോ? ഇല്ല. നമ്മൾ എപ്പോഴേ പ്രയോജനം വരുള്ളൂ, നമ്മൾ ആക്ഷൻ എടുക്കുമ്പോൾ മാത്രമേ പ്രയോജനം വരുള്ളൂ. പേടിച്ചിരിക്കും തോറും പേടിച്ചിരിക്കുക തന്നെ ചെയ്യുള്ളൂ. നമ്മൾ എത്രത്തോളം പേടിക്കുന്നോ അത്രത്തോളം നമ്മൾ മുന്നോട്ട് വരാൻ നമ്മളെ സ്റ്റോപ്പ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ബാക്കിലോട്ട് തിരിഞ്ഞു പോയി നോക്കിക്കൊണ്ടേയിരിക്കും. പേടിക്കാതെ എന്ത് തന്നെ സംഭവിച്ചാലും ഞാൻ മുന്നോട്ട് തന്നെ പോകുമെന്നുള്ള ദൃഢമായ നിശ്ചയം എടുത്തുകൊണ്ട് ആക്ഷൻ എടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കിത് കണ്ടിന്യൂ ചെയ്തു പോകാൻ പറ്റും. ഡിസ്ട്രാക്ഷൻസ് പല രീതിയിൽ വരും. ഞാൻ പറഞ്ഞിട്ടില്ലേ, എക്സ്റ്റേണൽ ഡിസ്ട്രാക്ഷനും ഇന്റേണൽ ഡിസ്ട്രാക്ഷനും ഒക്കെ ഉണ്ട്. അത് ഏത് തരം ഡിസ്ട്രാക്ഷനും വരും. നമ്മൾ തീരുമാനിക്കണം, ഒരു ഡിസ്ട്രാക്ഷനിലേക്ക് നമ്മൾ വിട്ടുപോവില്ല എന്നുള്ളത് നമ്മുടെ ഉറച്ചായ തീരുമാനം ഉണ്ടെങ്കിൽ ആർക്കും നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ തീരുമാനത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഇതെല്ലാം വരുന്നത്. നമ്മുടെ ഗോള് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഗോളിനോട് നമ്മൾ എത്രത്തോളം നീതി പുലർത്തുന്നുണ്ട് എന്ന് നമുക്ക് നമ്മളോട് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നമ്മളെ തന്നെ സെൽഫ് മോട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്ട്രാക്ഷനിലേക്കൊന്നും പെട്ടെന്ന് പോവില്ല. ബിൽഡ് യുവർ ആക്ഷൻ പ്ലാൻ. ആക്ഷൻ പ്ലാനിനെ ബിൽഡ് ചെയ്യുക. സ്റ്റെപ്പ് 1 എന്താണ്? ടൈം ഓഡിറ്റ്. ടൈമിനെ ഓഡിറ്റ് ചെയ്യുക. പേർപ്പസ്, അണ്ടർസ്റ്റാൻഡ് ഹൗ യു കറന്റ്ലി സ്പെൻഡ് യുവർ ടൈം. ഇപ്പോ നിലവിൽ നമ്മുടെ സമയം നമ്മൾ എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. നമുക്കിത് തുടങ്ങണമല്ലോ. ടൈം മാനേജ്മെന്റ് പഠിച്ചാൽ മാത്രം പോരല്ലോ, തുടങ്ങി വെക്കണം. അപ്പൊ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നമുക്ക് തുടങ്ങാനുള്ള തടസ്സങ്ങളെല്ലാം നമ്മൾ നോക്കി, അവസാനം വരുന്ന പ്രോക്രസ്റ്റിനേഷനും നമ്മൾ നോക്കി, പിന്നെ ആക്ഷൻ പ്ലാനാ വരുന്നത്. അപ്പൊ അതിൽ ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ടൈം ഓഡിറ്റ്. നമ്മൾ ഇപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം, നമ്മുടെ സമയം നമ്മൾ എങ്ങനെ കറന്റ്ലി നമ്മൾ സ്പെൻഡ് ചെയ്യുന്നു എന്നതാണ് ടൈം ഓഡിറ്റ്. ഹൗ ടു ട്രാക്ക് യുവർ ആക്ടിവിറ്റീസ് ഫോർ 2-3 days in 30-minute increments. 3 ദിവസത്തിന് 2-3 ദിവസത്തിന് നമ്മുടെ ആക്ടിവിറ്റീസുകൾ എന്ത് ചെയ്യുക? ട്രാക്ക് ചെയ്യുക. ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക, എന്താണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ഓരോ മണിക്കൂറിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ നമ്മുടെ സമയത്തെ നമ്മൾ ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത്,
ഐഡന്റിഫൈ പാറ്റേൺ, ഏതൊരു പാറ്റേണിലാണ് പോകുന്നത്, എത്രത്തോളം സമയം വേസ്റ്റ് ചെയ്യുന്നുണ്ട്, നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ എത്രത്തോളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുക, ട്രാക്ക് ചെയ്യുക. അപ്പൊ നമുക്കൊരു ഐഡിയ കിട്ടും ഇപ്പൊ കറന്റ് നമ്മുടെ സിറ്റുവേഷൻ എന്താണ്, നമ്മൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, അപ്പൊ അതിൽ എത്ര മാറ്റം വരുത്തേണ്ടി വരും, വലിയ മാറ്റം വരുത്തണോ, ചെറിയൊരു മാറ്റം വരുത്തിയാൽ മതിയോ, അങ്ങനെ എന്തൊക്കെയാണോ എന്നുള്ളത് കൃത്യമായി നമുക്കൊരു ധാരണ കിട്ടും. എന്താണ് ഡിഫൈൻ യുവർ പ്രയോറിറ്റീസ്. പറയാറുണ്ട് എന്ത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോ നമ്മൾ പ്രയോറിറ്റി ബേസ് ചെയ്തിട്ട് നമ്മൾ ഓരോന്ന് ചെയ്യണം എന്നുള്ളത്. അപ്പൊ പ്രയോറിറ്റി എന്താണെന്നുള്ളത് നമ്മൾ ഡിഫൈൻ ചെയ്യണം. പ്രയോറിറ്റിക്ക് അനുസരിച്ചിട്ട് വേണം നമ്മൾ ഇതെല്ലാം സെറ്റ് ചെയ്യാൻ. അപ്പോഴേ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഒരേ ഫ്ലോയിൽ പോവുള്ളൂ. എല്ലാ കാര്യങ്ങൾക്കും ഒരേ കൃത്യമായ ഒരു ഫ്ലോയിൽ പോകണമെങ്കിൽ നമ്മൾ എന്ത് വേണം, പ്രയോറിറ്റിക്ക് അനുസരിച്ച് ഡിഫൈൻ ചെയ്യണം. Eisenhower matrix and small goal framework. സ്മാർട്ട് ഗോൾ ഫ്രെയിംവർക്ക്, സ്മാർട്ട് ആയിട്ടുള്ള ഒരു ഗോൾ സെറ്റ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, ആ ഒരു ഗോൾ സെറ്റ് ചെയ്തതിനനുസരിച്ച് ആ ഒരു ഡയറക്ഷനിൽ പോവുക. ഈസൻഹവർ മാട്രിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ടെക്നിക്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അർജന്റ് ആൻഡ് ഇമ്പോർട്ടന്റ്, നോട്ട് അർജന്റ്, നോട്ട് ഇമ്പോർട്ടന്റ് അല്ലെ, എലിമിനേറ്റ് ചെയ്യേണ്ടതും ഷെഡ്യൂൾ ചെയ്യേണ്ടതും പെട്ടെന്ന് ചെയ്യേണ്ടതും. ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്, അർജന്റ് ആൻഡ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഏറ്റവും ഫസ്റ്റ് ചെയ്യണം. അപ്പൊ ആ ഒരു ഈസൻഹവർ മാട്രിക്സ് യൂസ് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുക. പ്രയോറിറ്റീസ് അതിനനുസരിച്ച് സെറ്റ് ചെയ്യുക. വിശദീകരിക്കാൻ പറ്റുമോ മാഡം? ഓക്കെ, യെസ്. ഈസൻഹവർ മാട്രിക്സ് 4 തരത്തിലാണ് വരുന്നത്. അർജന്റ് ആൻഡ് ഇമ്പോർട്ടന്റ്. അർജന്റ് ആൻഡ് ഇമ്പോർട്ടന്റ് എന്ന് പറയുമ്പോൾ എന്താണ് വരുന്നത്, ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം. ഓക്കെ, ഏറ്റവും ഫസ്റ്റ്, ഡു ഫസ്റ്റ്. അതെന്താണ്, അർജന്റ് ആൻഡ് ഇമ്പോർട്ടന്റ്. അർജന്റും ആണ്, ഏറ്റവും ഇമ്പോർട്ടന്റും ആണ്. അത് നമുക്ക് പിന്നെ ആലോചിക്കാൻ പോലുമില്ല, സ്പോട്ടിൽ ചെയ്യണം. നമ്മൾ ചെയ്യാനുള്ള എല്ലാ ടാസ്കുകളുടെയും നമ്മുടെ എല്ലാ ആക്ടിവിറ്റീസുകളെയും നമ്മൾ ആദ്യം കണ്ടുപിടിച്ചുകൊണ്ട് അതിനെ പിന്നെ നമ്മൾ തരംതിരിച്ചെടുക്കുന്നത്, പ്രയോറിറ്റിക്ക് അനുസരിച്ച് തിരിച്ചെടുക്കുന്നത് ഇങ്ങനെയാണ്. അപ്പൊ അതെന്താണ്, ഡു ഫസ്റ്റ്. ദെൻ ഷെഡ്യൂൾ ചെയ്യണം. ഇത്ര സമയം ആവുമ്പോഴേക്കും ഞാനിത് കംപ്ലീറ്റ് ചെയ്യും, അല്ലെങ്കിൽ ആ സമയത്ത് ഞാനിത് ചെയ്യും. ആ രീതിയിൽ ഈ ഒരു ദിവസത്തിൽ ഈ ഒരു സമയം ഇതിനു വേണ്ടിയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ഈ ഒരു വീക്കിൽ ഈ ഒരു സമയം ഇതിനു വേണ്ടിയിട്ടുള്ളതാണ്. അതെന്താണ്, ഇമ്പോർട്ടന്റ് ആണ്, നിർബന്ധമാണ് നമ്മൾ ചെയ്യാന്നുള്ളത്. പക്ഷെ അർജന്റ് അല്ല, ഇപ്പൊ തന്നെ നിലവിൽ സ്പോട്ടിൽ നമ്മൾ ചെയ്യണമെന്നില്ല, പക്ഷെ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു സമയം കൊടുക്കാം, ആ ഒരു സമയത്തിന്റെ ഉള്ളിൽ നമുക്ക് ഷെഡ്യൂൾ ചെയ്യാം. ഡെലിഗേറ്റ്, അർജന്റ് ആണ് ബട്ട് നോട്ട് ഇമ്പോർട്ടന്റ് ആണ്. അത്ര പ്രധാനപ്പെട്ട ഒന്നല്ല, പക്ഷെ പെട്ടെന്ന് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. അതിനെ നമുക്ക് ഡെലിഗേറ്റ് ചെയ്തു വെക്കാം. അടുത്തത് എന്താണ്, എലിമിനേറ്റ് ചെയ്യാണ്. നെയ്ത് അർജന്റ് നോർ ഇമ്പോർട്ടന്റ്. ഒരു അർജൻസി ഇല്ല, ഒരു ഇമ്പോർട്ടൻസും ഇല്ല, വെറുതെ ചെയ്യാണ്, വെറുതെ നമ്മൾ സമയം കളയാൻ വേണ്ടി ചെയ്യാണ്. അതിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. ബിക്കോസ് അതിനു വേണ്ടി നമ്മൾ ഒരുപാട് സമയം കളയണമെന്നില്ല, നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയേണ്ടതാണ്. അത് ഒരു ആവശ്യമില്ലാതെ, ഒരു അർജൻസി ഇല്ലാതെ, ഒരു ഇമ്പോർട്ടൻസും ഇല്ലാതെ നമ്മൾ വെറുതെ അതിനു വേണ്ടി സമയം വേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് നിർബന്ധമായിട്ട് ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ കുറെ സമയം അവിടെ വേസ്റ്റ് ആയി പോകുന്നതെന്ന് റിയലൈസ് ചെയ്തുകൊണ്ട് അതിനെ എലിമിനേറ്റ് ചെയ്യാം. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്ത് സമയം പോകുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഈ ഒരു രീതിയിൽ പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ട് നമ്മുടെ ടാസ്കുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അങ്ങനെയാണ് ഈ ഒരു മാട്രിക്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് വരേണ്ടത്. ക്വസ്റ്റ്യൻ ടു ആസ്ക്. നമ്മളോട് തന്നെ ചോദിക്കുക, എന്താണ് നമ്മുടെ പ്രോബ്ലം എന്നുള്ളത്, നമ്മുടെ പ്രയോറിറ്റി എന്താണെന്നുള്ളത് നമ്മളോട് തന്നെ ചോദിക്കുക.
നമ്മൾ നമ്മളോട് തന്നെ ചോദിച്ചിട്ട് വേണം ഇതെല്ലാം തീരുമാനാക്കാൻ. നമ്മുടെ ടാസ്കുകളിൽ വരുന്ന പ്രയോറിറ്റീസ്, നമ്മുടെ ആക്ടിവിറ്റീസുകളിൽ വരുന്ന പ്രയോറിറ്റീസ്, നമ്മൾ ഡെയിലി റൊട്ടീനിൽ വരുന്ന നമ്മുടെ പ്രയോറിറ്റീസ്, ഇതെല്ലാം വേറൊരാൾ പറഞ്ഞു തരേണ്ടതല്ല. ഇത് നമ്മൾ തീരുമാനിക്കേണ്ടത്, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, എന്തൊക്കെയാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടാസ്കുകൾ, എന്തൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടാസ്കുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മളോട് ചോദിക്കുക. നമ്മുടെ ടാസ്കുകളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്താണ്, ഏത് ടാസ്ക് ആണ് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റുന്നത്, ഏത് ടാസ്ക് ആണ് റിമൂവ് ചെയ്യാൻ പറ്റുന്നത്, ഇങ്ങനെ നമ്മളോട് ചോദിച്ചുകൊണ്ട് നമുക്കതിന് തീരുമാനം എടുക്കണം. അങ്ങനെ തീരുമാനമെടുത്ത് കൃത്യമായി സെറ്റ് ചെയ്ത് വെച്ച് നമുക്കിതെല്ലാം കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തത് എന്താണ്, സ്മാർട്ട് ഗോൾസ് സെറ്റ് ചെയ്യുക. സ്മാർട്ട് ഗോൾസ് സെറ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് എന്താണ് സ്മാർട്ട് ഗോൾസ് എന്നതിനൊക്കെ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡോണ്ട് യു റിമെമ്പർ? ഓർമ്മ ഉള്ളതല്ലേ? ജസ്റ്റ് കമന്റ് ഡൗൺ ചെയ്യുക, അല്ലെങ്കിൽ പറയുക. സ്മാർട്ട് ഗോൾസ് സെറ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ടും എന്താണ് സ്മാർട്ട് ഗോൾസ് എന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർമ്മ ഉണ്ടോ? ഇല്ല, സ്മാർട്ട് ഗോൾസ് സെറ്റ് ചെയ്യുന്നത് എന്തായിരുന്നു അത് ഓർമ്മയില്ല. ഓക്കെ, പറയാം. സ്മാർട്ട് ഗോൾസ് എന്ന് പറയുന്നത് SMART, സ്മാർട്ട് എന്ന് പറയുന്നത് സ്പെസിഫിക്, മെഷറബിൾ, അച്ചീവബിൾ, റെലവന്റ് ആൻഡ് ടൈം ബൗണ്ട്. ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് വേണം നമ്മൾ ഗോൾസിനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സ്പെസിഫിക് ആയിരിക്കണം. എന്താണോ നമുക്ക് എക്സാക്ട്ലി നമുക്ക് എന്താണോ നേടേണ്ടത് അതായിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. വെറുതെ ഒരു ഗോൾ സെറ്റ് ചെയ്യല്ല. നമുക്ക് നേടാനുള്ള കാര്യം എന്താണെന്ന് കൃത്യമായ ധാരണ വേണം. അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ എടുക്കാൻ. മെഷറബിൾ ആയിരിക്കണം. ഹൗ വിൽ യു ട്രാക്ക് പ്രോഗ്രസ്? നമുക്ക് ആ പ്രോഗ്രസിനെ എങ്ങനെ മെഷർ ചെയ്യാൻ പറ്റും? ഇത്ര സമയം കൊണ്ട് ഇത്രയും മാറ്റം വരുന്നുണ്ട് എന്നുള്ള രീതിയിൽ നമുക്കതിനെ മെഷർ ചെയ്യാൻ പറ്റണം. അച്ചീവബിൾ ആയിരിക്കണം. ഈസ് ഇറ്റ് റിയലിസ്റ്റിക് വിത്ത് യുവർ റിസോഴ്സസ്? നമ്മുടെ കയ്യിലുള്ള നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് വെച്ചിട്ട് നമുക്കത് റിയലിസ്റ്റിക് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാനും പറ്റും എന്നുള്ള അച്ചീവബിൾ ആയിട്ടുള്ള ഗോൾ ആയിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഉണ്ടാവും, പക്ഷെ അത് റിയലിസ്റ്റിക് ആയിരിക്കണം. നമുക്കത് അച്ചീവബിൾ ആണ് എന്ന് ഉറപ്പ് വരുത്തണം. നമ്മുടെ കയ്യിൽ എന്തൊക്കെയാണ് റിസോഴ്സസ് ഉള്ളത് അത് നമ്മൾക്കറിയാലോ. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ഗോൾ വേണം നമ്മൾ സെലക്ട് ചെയ്തെടുക്കാനും സെറ്റ് ചെയ്യാനും വേണ്ടിയിട്ട്. റെലവന്റ് ആയിരിക്കണം. ഡസ് ഇറ്റ് അലൈൻ വിത്ത് യുവർ പേഴ്സണൽ ഓർ പ്രൊഫഷണൽ ഗോൾസ്? നമ്മുടെ പേഴ്സണൽ ഗോൾസിനെയോ പ്രൊഫഷണൽ ഗോൾസിനെയോ അലൈൻ ചെയ്തു പോകുന്ന രീതിയിലായിരിക്കണം ചെയ്യേണ്ടത്. ഒരെണ്ണം വേറൊരെണ്ണത്തിന് ബാധ്യതയായി പോവരുത്. എല്ലാത്തിനും ഒരു കണക്ഷൻ അലൈൻ ചെയ്ത് വേണം പോവാൻ. നമ്മുടെ എല്ലാതും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആയിരിക്കണം. ഒന്നും ഒന്നിനൊരു ബാധ്യതയായി പോകുന്ന രീതിയിലായിരിക്കരുത് നമ്മുടെ ഗോൾ സെറ്റ് ചെയ്യേണ്ടത്. നമ്മുടെ പ്രയോറിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം. നമ്മുടെ റിലേഷൻഷിപ്പിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. നമ്മുടെ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് ആണെങ്കിൽ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അതിനെ അലൈൻ ചെയ്യുന്ന രീതിയിലായിരിക്കണം റെലവന്റ് ആയിട്ടുള്ള ഗോൾ ആയിരിക്കണം നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. ടൈം ബോണ്ട്, വാട്ട്സ് ദ ഡെഡ് ലൈൻ? അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. എനിക്കൊരു ഗോൾ ഉണ്ട്, ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഞാനത് നേടും. എന്ന് നേടാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഐഡിയ ഒന്നുമില്ല. അങ്ങനെയല്ല, ഇത്ര സമയമാകുമ്പോഴേക്കും ഞാനത് നേടും. ഡെഡ് ലൈൻ ക്രിയേറ്റ് ചെയ്യണം. ആ ഡെഡ് ലൈൻ ക്രിയേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പൊ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നമ്മൾ ഫോഴ്സ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇത്ര ഒരു സമയം നമ്മുടെ മുന്നിലുള്ളൂ, ആ സമയം ആകുമ്പോഴേക്കും നമ്മളത് തീർത്തിട്ടുണ്ടാകും, നമ്മളത് കംപ്ലീറ്റ് ചെയ്യും എന്നുള്ള ഒരു ഐഡിയ നമുക്കുണ്ടാകും. നമ്മൾ അതിനു വേണ്ടി വർക്ക് ചെയ്യും. നമ്മളെ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നതിൽ നിന്നും നമ്മളെ പിന്തിരിപ്പിച്ച് നിർത്തും. നമ്മളെപ്പോഴും ഈ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ഫോഴ്സ് ചെയ്തുകൊണ്ടേ ഇരിക്കും. Then that is smart goals. അതാണ് സ്മാർട്ട് ഗോൾസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? യെസ് മാം, മനസ്സിലായി. ഓക്കെ, താങ്ക് യു. അടുത്തത് എന്താണ്? ചൂസ് യുവർ ടൂൾസ്. നമ്മൾ ഒരുപാട് ടൂൾസിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഈ ടൂൾസ്, ഏത് ടൂള് വേണം? എല്ലാ ടൂളും എടുത്തത് കൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. അതിലേത് ടൂള്
വേണം നമുക്ക് ഏറ്റവും കൺവീനിയന്റ് ആയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന ആക്ടിവിറ്റീസുകൾ ബേസ് ചെയ്തിട്ട് ഏത് ടൂളാണ് നമുക്ക് കൺവീനിയന്റ് ആയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ടൂള് നമ്മൾ സെലക്ട് ചെയ്യുക. ഡിജിറ്റൽ പ്ലാനർ ആണോ, പൊമഡോരോ ആപ്പ് ആണോ, ടെല്ലോട്ട് ബോർഡ് ആണോ, അപ്പൊ അങ്ങനെ ഏത് രീതിയിലുള്ള ആപ്പാണ് നമുക്ക് കുറച്ചും കൂടി കൺവീനിയന്റ് ആയിട്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, അത് ചൂസ് ചെയ്യാം. അത് ഡെയിലി നമ്മുടെ റുട്ടീന്റെ ഭാഗമാക്കി ഡെയിലി ആ ഒരു ചെയ്തുകൊണ്ടിരിക്കുക. ഇന്ന് ഞാൻ പ്ലാനറൊക്കെ വെച്ച് ഡിജിറ്റൽ പ്ലാനറൊക്കെ ഉണ്ട്, അപ്പൊ ഇന്ന് ഞാൻ ചെയ്തു, ഇനി അടുത്ത ആഴ്ച ചെയ്യുക എന്നല്ല, ഡെയിലി നമ്മുടെ ഭാഗമാണ്. എപ്പോഴും ഈ ഒരു രീതിയിൽ തന്നെ പോകണം, കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കണം. ആ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാലേ നമുക്കിത് ഹാബിറ്റ് ആയിട്ട് മാറ്റാനും ഇതിനൊരു റിസൾട്ട് കിട്ടുകയും ചെയ്യുള്ളൂ. അപ്പൊ ഡെയിലി നമ്മുടെ റുട്ടീന്റെ ഭാഗമായിട്ട് എപ്പോഴും ഇത് ചെയ്തുകൊണ്ടിരിക്കുക. സ്റ്റെപ്പ് 5, 5ാമത്തെ സ്റ്റെപ്പ് എന്താണ്? ബിൽഡ് യുവർ വീക്ക്ലി പ്ലാൻ. അല്ലെ, വീക്കെൻഡ്സിൽ വരുന്ന അല്ലെങ്കിൽ ആ ഒരു പ്ലാന് നമ്മൾ ബിൽഡ് ചെയ്യണം. അലോക്കേറ്റ് ടൈം ബ്ലോക്സ് ഫോർ പ്രയോറിറ്റി ടാസ്ക്. പ്രയോറിറ്റിക്ക് അനുസരിച്ചിട്ട് ടൈം ബ്ലോക്ക് ചെയ്യുക. അപ്പൊ നമ്മള് ഈ പറഞ്ഞ പോലെ അർജന്റ് ആൻഡ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമൊക്കെ നമ്മൾ ചെയ്തു. ഷെഡ്യൂൾ ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ വീക്ക്ലി ചെയ്യേണ്ടതാണ്. പിന്നെ ടോട്ടൽ ഒരു വീക്കെൻഡ് വരുമ്പോൾ നമ്മൾ ഈ ഒരു വീക്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് വീണ്ടും റീകോൾ ചെയ്യാനും നോക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. അതൊക്കെ നോക്കി കഴിയുമ്പോൾ നമുക്ക് മൊത്തത്തിൽ ഒരു ഓവർവ്യൂ ഐഡിയ കിട്ടും. നമ്മളെ കയ്യിൽ എന്തെങ്കിലും മിസ്റ്റേക്സോ തെറ്റുകളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാനും തിരുത്താനും സാധിക്കും. ബ്രേക്സും ഡൗൺ ടൈമും ഒക്കെ നമ്മുടെ കൂടെ എന്ത് ചെയ്യുക, ഇൻക്ലൂഡ് ചെയ്യുക. നോട്ട് ഓൺലി ഫോർ നമ്മുടെ ടാസ്കിന് വേണ്ടി മാത്രം ഒരുപാട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നു, നമ്മൾ റെസ്റ്റ് എടുക്കാൻ സമയം എടുക്കുന്നില്ല, ബ്രേക്കിന് സമയം എടുക്കുന്നില്ല, ഫാമിലി ടൈം കാണുന്നില്ല, ഫ്രണ്ട്സിന്റെ കൂടെയുള്ള ടൈം കാണുന്നില്ല, റിലാക്സ് ചെയ്യാനുള്ള സമയമൊന്നും നമ്മൾ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ അതെന്താവും, അതൊരു പ്രഷറായി മാറും, സ്ട്രെസ് ആവും, ബേൺ ഔട്ട് ആകും. സോ നമ്മളെപ്പോഴും അതിനൊക്കെയുള്ള സമയം കണ്ടെത്തിയിട്ട് വേണം ഓരോന്നും ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ കാര്യത്തിനും നമ്മൾ സമയം കണ്ടെത്തുന്നുണ്ട്, എല്ലാം കൂളായി പോകുന്നുണ്ട്. then അവിടെ ഒരു പോസിറ്റീവായിട്ട് ഒരു അറ്റ്മോസ്ഫിയർ ബിൽഡ് ചെയ്യും. വലിയ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതെല്ലാം കൈകാര്യം ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ആൻഡ് ദാറ്റ് ഈസ് ഇൻക്ലൂഡ് ബ്രേക്സ്. ബ്രേക്സിനെ ഇൻക്ലൂഡ് ചെയ്യുക. നമ്മുടെ ഏത് പ്ലാനറിലാണെങ്കിലും, ഡെയിലി പ്ലാനറാണെങ്കിലോ വീക്ക്ലി പ്ലാനർ ആണെങ്കിലോ, നമ്മൾ എങ്ങനെ സെറ്റ് ചെയ്യുകയാണെങ്കിലും അതിൽ ബ്രേക്സ് ഇൻക്ലൂഡ് ചെയ്യണം, ഡൗൺ ടൈം ഇൻക്ലൂഡ് ചെയ്യണം. റിവ്യൂ ആൻഡ് അഡ്ജസ്റ്റ് യുവർ വീക്ക്ലി പ്ലാൻ. നമ്മുടെ വീക്ക്ലി പ്ലാനിനെ റിവ്യൂ ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്യുക. അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് നമ്മളിപ്പോ ഒരു വീക്കിന് വേണ്ടി മുഴുവനായിട്ട് ഒരു പ്ലാൻ റെഡിയാക്കി, ഒരു ഡെയിലി പ്ലാനർ എന്നത് പുറമെ ഒരു വീക്കിലി ഞാൻ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യും, ഈ ഒരു രീതിയിൽ നമ്മൾ ടാസ്കുകളൊക്കെ അറേഞ്ച് ചെയ്തുകൊണ്ട് സെറ്റ് ആക്കിയിട്ടുണ്ടെങ്കിലും അതിന്റെ ഇടയിൽ വീണ്ടും പുതിയ കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് മനസ്സിലാകാൻ പറ്റാത്ത രീതിയിലൊക്കെ പോകും. അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് റിവ്യൂ ചെയ്യണം, അഡ്ജസ്റ്റ് ചെയ്യണം. വരുന്ന പുതിയ കാര്യങ്ങളെ കൂടി ഉൾക്കൊള്ളുന്ന രീതിയിൽ നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണം. അപ്പൊ അതിനെ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കണം. സ്റ്റെപ്പ് 6, 6ാമത്തെ സ്റ്റെപ്പ് എന്താണ്? സ്റ്റേ അക്കൗണ്ടബിൾ. ഷെയർ യുവർ പ്ലാൻ വിത്ത് പിയർ, കോച്ച് ഓർ മാനേജർ. നമ്മുടെ പ്ലാൻ എന്താണ്? നമ്മളൊരു വീക്ക്ലി പ്ലാൻ സെറ്റ് ചെയ്തു, ഡെയിലി പ്ലാൻ സെറ്റ് ചെയ്തു, നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തു, ഇതാരും ഷെയർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചില സമയങ്ങളിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ ഫോഴ്സ് ചെയ്യാൻ ആരും ഇല്ലാത്ത അവസ്ഥ വരും. അപ്പൊ അങ്ങനത്തെ സമയങ്ങളിൽ നമ്മുടെ കൊളീഗ് ആയിട്ടോ ഫ്രണ്ട് ആയിട്ടോ അല്ലെങ്കിൽ കോച്ചായിട്ടോ, നമ്മളെ കോച്ച് ചെയ്യുന്ന ഒരാളാണോ അല്ലെങ്കിൽ നമുക്ക് മാനേജർ ആണോ ഉള്ളത്, ആരാണെങ്കിലും ഇത് ഷെയർ ചെയ്യുക. നമ്മുടെ പ്ലാൻ എന്താണ്, നമ്മുടെ ഷെഡ്യൂൾ എന്താണ്, നമ്മുടെ റുട്ടീൻ എന്താണെന്നുള്ളത് നമ്മളെ പോലെ നമ്മുടെ ഒപ്പമുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റണം. അപ്പോഴേ അവർക്ക് ഒരു ഐഡിയ കിട്ടുള്ളൂ നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നു എന്നല്ല, നമുക്ക് ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഷെഡ്യൂൾ പോകുന്നത്. അപ്പൊ നമ്മുടെ ഫ്രീ ടൈം എന്തൊക്കെയാണെന്നുള്ളത് ഒരു ധാരണ ഉണ്ടാകും. അതല്ലാത്ത സമയങ്ങളിൽ നമ്മളെ ശല്യപ്പെടുത്തുന്നു, നമുക്ക് ഡിസ്ട്രാക്ഷൻസ് വരുന്നു, ഇതിൽ നിന്നെല്ലാം അവർ മാറി നിൽക്കും. ബിക്കോസ് നമ്മൾ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇത്ര സമയം കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആകും എന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് അറിയാം. അതേപോലെ തന്നെ അതല്ലാത്ത സമയങ്ങളിൽ നമ്മൾ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്തിട്ടോ നമുക്ക് മറ്റെന്തെങ്കിലും ഡിസ്ട്രാക്ഷൻ കാരണം നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ നമ്മുടെ വർക്കിൽ ഫോക്കസ് ചെയ്യാതെ
നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള സെറ്റ് ചെയ്തിട്ടുള്ള പ്ലാനറിലൊന്നും ഫോക്കസ് ചെയ്യാതെ വേറെ എന്തൊക്കെയോ ചെയ്യുകയാണെങ്കിലും നമ്മളെ ഫോഴ്സ് ചെയ്യാനും നമ്മളെ കൺസിസ്റ്റന്റ് ആയിട്ട് മുന്നോട്ട് പോവാനും ഡയറക്റ്റ് ചെയ്യാനും ഒക്കെ ഇവരെ സഹായിക്കുന്നതായിരിക്കും. അപ്പൊ എപ്പോഴും ഇത് എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ കോച്ചായിട്ടോ മെന്ററായിട്ടോ അല്ലെങ്കിൽ മാനേജറായിട്ടോ ഫ്രണ്ടായിട്ടോ കൊളീഗായിട്ടോ ഒക്കെ നമ്മുടെ പ്ലാൻസ് ഷെയർ ചെയ്യുക. ഏറ്റവും വിശ്വാസമുള്ള ഒരാളുമായിട്ടും എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. സെറ്റ് വീക്കിലി ചെക്ക് ഇൻസ് ഓർ ജേർണലി ഹാബിറ്റ് ടു റിഫ്ലക്ട് ഓൺ പ്രോഗ്രസ്. ജേർണലി ഹാബിറ്റ് ഉണ്ടാകുക, അല്ലെങ്കിൽ വീക്കിലി എല്ലാ ആഴ്ചയും വീക്കെൻഡ്സിൽ നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. അപ്പൊ എത്രത്തോളം നമുക്ക് പ്രോഗ്രസ് ഉണ്ടായി, നമ്മളിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വാട്ട് ആർ ദ ചേഞ്ചസ് ബിഫോർ ആൻഡ് ആഫ്റ്റർ. ടൈം മാനേജ്മെന്റ് മനസ്സിലാക്കി അത് സെറ്റ് ചെയ്തു, ഇതെല്ലാം ക്ലിയർ ആണ്, ആക്ഷൻ എടുത്തും കഴിഞ്ഞു. 1 വീക്ക് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. ഈ 1 വീക്ക് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡിൽ നമുക്ക് എത്രത്തോളം ചേഞ്ചസ് നമ്മളിൽ ഉണ്ടായിട്ടുണ്ട്, എത്രത്തോളം പ്രോഗ്രസീവ് ആണ് നമ്മള്, ഇനി എന്തൊക്കെ മാറ്റം വരുത്തണം, ഇതിങ്ങനെ തന്നെ പോയാൽ മതിയോ, ഇനി എന്തെങ്കിലും മാറ്റം നമുക്ക് വരുത്താനുണ്ടോ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാ വീക്കിലും ചെക്ക് ചെയ്യുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാറ്റങ്ങൾ വരുത്തേണ്ടതാണ്. അതല്ല ഇങ്ങനെ തന്നെ പോയാൽ മതിച്ചാൽ അങ്ങനെ തന്നെ പോവുക, കൺസിസ്റ്റന്റ് ആയിട്ട് പോവുക. അപ്പൊ ഇങ്ങനെ നമുക്ക് സെൽഫ് മോട്ടിവേഷൻ ലഭിച്ചുകൊണ്ടേയിരിക്കും. നമുക്ക് എന്താണ് സെൽഫ് മോട്ടിവേഷൻ ലഭിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ എവിടെയും പിന്തിരിപ്പിക്കാതെ മുന്നോട്ട് പോവാൻ ഇതെല്ലാം സഹായിക്കുന്നതായിരിക്കും. വീക്ക്ലി പ്ലാൻ ചെയ്യുന്നതും ഡെയിലി പ്ലാൻ ചെയ്യുന്നതും ഏത് ടൂൾസ് വേണമെന്ന് തീരുമാനിക്കുന്നതും ഇതൊക്കെ നമ്മൾ ആക്ഷൻ എടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ചെയ്തു. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എടുത്തു, 1 വീക്ക് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തു, ഒരു പ്രശ്നം ഇല്ലാത്ത രീതിയിൽ കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, ആ കഴിഞ്ഞ ഒരാഴ്ചയെ തിരിഞ്ഞു നോക്കുകയാണ്, എന്താണ് സംഭവിച്ചത്, എന്തൊക്കെയാണ് നമ്മളിൽ ഉണ്ടായ മാറ്റങ്ങൾ എന്ന് റിഫ്ലക്ട് ചെയ്യുന്നത് എന്ന് തിരിഞ്ഞു നോക്കുന്നു. ആ സമയത്ത് നമ്മളിൽ എന്തെങ്കിലും അപ്പോഴും നമ്മളിൽ എന്തെങ്കിലും തിരുത്താനുണ്ടോ, കുറച്ചുകൂടി ബെറ്റർ ആക്കാനുണ്ടോ, നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്ത ഫൈനൽ ടിപ്പ്, ഏറ്റവും അവസാനം എന്താണ്, സ്റ്റാർട്ട് സ്മാൾ. ചെറുതായിട്ടാണെങ്കിലും തുടങ്ങി വെക്കുക. നമുക്ക് വലിയ പ്ലാനൊക്കെ ഉണ്ട്, പക്ഷെ അത് തുടങ്ങാൻ പറ്റുന്നില്ല, തുടങ്ങിയിട്ടില്ല, പിന്നെ ഒരു കാര്യമല്ല. ഇതിങ്ങനെ പ്ലാൻ ചെയ്യൽ മാത്രമേ നടക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ഒരു കാര്യമല്ല. അപ്പൊ ചെറിയ രീതിയിലാണെങ്കിലും അതിനെ തുടങ്ങി വെക്കുക. അപ്പൊ തുടങ്ങി വെക്കുമ്പോൾ നമുക്ക് എന്താണ്, പിന്നെ നമുക്കത് ചെയ്തു, നമ്മൾ എന്തായാലും തുടങ്ങി വെച്ചിട്ടുണ്ടല്ലോ, അപ്പൊ നമുക്ക് മുന്നോട്ട് പോകാൻ നമ്മൾ ഫോഴ്സ് ചെയ്യാൻ അതൊരു കാരണമായിരിക്കും. സോ തുടങ്ങി വെക്കുക. ഇംപ്ലിമെന്റ് 1 or 2 ചേഞ്ചസ് ദിസ് വീക്ക് ആൻഡ് ബിൽഡ് മൊമെന്റം. ഒരു വീക്കിൽ 1 or 2 ചേഞ്ചസ് എങ്കിലും നമ്മുടെ ലൈഫിൽ എന്ത് ചെയ്യുക, നമ്മുടെ പ്ലാനിൽ ഇംപ്ലിമെന്റ് ചെയ്യുക, മാറ്റം വരുത്തുക. എന്നിട്ട് അതിനെ നമ്മൾ ഒരു മൊമെന്റ് ഒക്കെ കൊടുത്ത് നമ്മളെ തന്നെ സെൽഫ് റിവാർഡ് ചെയ്ത് സെൽഫ് അപ്രീഷിയേറ്റ് ചെയ്തിട്ട് സെൽഫ് മോട്ടിവേറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആയിരിക്കും, അടുത്ത ഈ ഒരു ആഴ്ചയിൽ ഇത്ര മാറ്റം വന്നപ്പോ അടുത്ത ആഴ്ചയിൽ ഇത്രയും കൂടി മാറ്റം വരണം. ഈ രീതിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ചസുകൾ വരുത്താൻ പറ്റും. ചെറിയ രീതിയിൽ തുടങ്ങുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. തുടങ്ങി വെക്കുക എന്നുള്ളതാണ് കാര്യം. പഠിക്കാനും മനസ്സിലാക്കാനും സ്റ്റെപ്സുകളെ പറ്റി അറിയാനും വീണ്ടും വീണ്ടും പഠിക്കാനും ഇതിനെ പറ്റിയൊക്കെ ഡൗട്ട് ചോദിക്കാനും ഒക്കെ കാര്യം കൊണ്ട് സാധിക്കും. നല്ല രീതിയിൽ ഒരു ഐഡിയ കിട്ടുക എന്നുള്ളത്, അല്ലെങ്കിൽ ഇതിനൊക്കെ മനസ്സിലാക്കുക എന്നുള്ളതൊക്കെ എളുപ്പമുള്ള കാര്യമാണ്. പക്ഷെ ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യം ഇതെല്ലാം മനസ്സിലാക്കി അത് ഇംപ്ലിമെന്റ് ചെയ്യാനും തുടങ്ങി വെക്കാനുമാണ് ബുദ്ധിമുട്ട്. മനസ്സിലായി കഴിഞ്ഞു, ഒരു ചെവി കൂടെ കേട്ടും മറ്റൊരു ചെവി കൂടെ പോകുന്ന രീതിയിൽ അതങ്ങനെ വിട്ടുകൊടുക്കാതെ തുടങ്ങി വെക്കാനും ഇംപ്ലിമെന്റ് ചെയ്യാനും കൺസിസ്റ്റന്റ് ആയിട്ട് മുന്നോട്ട് പോകാനൊക്കെയാണ് ബുദ്ധിമുട്ടുള്ളത്. അപ്പൊ ആ ചലഞ്ചിങ് ആയിട്ടുള്ള പാർട്ട് നമ്മൾ ഏറ്റെടുത്തേ പറ്റുള്ളൂ. എങ്കിൽ മാത്രമേ ഇതിനെല്ലാം നമ്മൾ സമയം സ്പെൻഡ് ചെയ്യുന്നതിൽ ഒരു അർത്ഥം ഉണ്ടാവുള്ളൂ, കാര്യം ഉണ്ടാവുള്ളൂ. അത് ഒരിക്കലും ബാക്കിലോട്ട് തിരിഞ്ഞു പോവാതെ മുന്നോട്ടെടുത്തക്കാൽ പിന്നോട്ടില്ല എന്ന് പറഞ്ഞ പോലെ എന്ത് ചെയ്യുക, ഫസ്റ്റ് സ്റ്റെപ്പ് ചെറുതാണെങ്കിലും ചെറിയൊരു സ്റ്റെപ്പ് ആണെങ്കിലും ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തിട്ട് മുന്നോട്ട് വരിക എന്നുള്ളതാണ്
ചെയ്യാവുന്നുള്ള കാര്യം. ഓക്കെ, ദെൻ നിങ്ങൾ റെഡി ആണോ? ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായതിൽ നിന്നും ടൈം മാനേജ്മെന്റിനെ പറ്റി എല്ലാം തുടങ്ങാനാണ് പാട്. ശരിയാണ്, തുടങ്ങാനാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് തുടങ്ങാൻ. നമ്മളൊരു തീരുമാനത്തിലൂടെ ഈ ഒരു ബുദ്ധിമുട്ടിനെ മാറ്റിയെടുക്കാനും പറ്റും. തീരുമാനിക്കേണ്ടത് നമ്മളാണ്. ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ, അതോ എനിക്ക് മാറണോ? മാറണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? തുടങ്ങണം. ഉണ്ടാതെ എന്നാൽ തുടങ്ങലൊന്നും ഉണ്ടാവില്ല, മാറലും ഉണ്ടാവില്ല. സോ മാറണം എന്നുണ്ടെങ്കിൽ നമ്മൾ തുടങ്ങി വെക്കുക തന്നെ വേണം. അപ്പൊ നമുക്ക് കൃത്യമായ എന്താണ് തുടങ്ങേണ്ടത് എന്നായിരിക്കും. അപ്പൊ കൃത്യമായ ടൈം സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഗോൾ സെറ്റ് ചെയ്ത് കൃത്യമായ ഒരു ഡയറക്ഷൻ നമുക്കുണ്ടെങ്കിൽ തുടങ്ങാൻ വളരെ എളുപ്പമാണ്. നമ്മുടെ മുന്നിൽ ഒരു ട്രാക്ക് ഉണ്ട്, ആ ട്രാക്കിലോട്ട് കയറി ആ ട്രാക്കിൽ അങ്ങനെ പോയാൽ മതി. തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരു 10 വർഷത്തേക്കുള്ള നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതായിരിക്കില്ലേ കുറച്ചും കൂടി എളുപ്പം. വലിയ തപ്പലും ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് നമുക്ക് ഈസി ആയിട്ട്, ട്രാഫിക് ഒന്നും ഇല്ലാണ്ട് ഈസി ആയിട്ട്, ബ്ലോക്ക് ഒന്നും ഇല്ലാണ്ട് ഈസി ആയിട്ട് പോകാൻ സാധിക്കും. അതിന്റെ ഇടയിൽ വരുന്ന ചെറിയ ചെറിയ തട്ടലും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടൊക്കെ നമുക്ക് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാനും അതിനെല്ലാം ഓവർകം ചെയ്ത് മുന്നോട്ട് വരാനൊക്കെ സാധിക്കും. അപ്പൊ അതിനെന്ത് വേണം? നമ്മൾ തുടങ്ങി വെക്കണം. തുടങ്ങണം എന്നല്ല, തുടങ്ങുക, സ്റ്റാർട്ട് ചെയ്യുക. ലെറ്റ് സ്റ്റാർട്ട് നൗ, ഇപ്പൊ തന്നെ. അർജന്റ് ആൻഡ് ഇമ്പോർട്ടന്റ് ആ ഒരു രീതിയിൽ ഇപ്പൊ തന്നെ. പിന്നെ എന്നല്ല, കുറച്ച് കഴിയട്ടെ എന്നല്ല, കുറച്ച് ദിവസം കഴിയട്ടെ എന്നല്ല. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇപ്പോഴുള്ള നമ്മുടെ ചിന്താഗതി ആയിരിക്കില്ല, അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഉണ്ടാവുന്ന നമ്മുടെ സിറ്റുവേഷൻ ആയിരിക്കില്ല. സിറ്റുവേഷൻ ചിലപ്പോൾ മറിഞ്ഞൊന്ന് വരും. അതിനനുസരിച്ച് നമ്മൾ വീണ്ടും ഇത് നീട്ടി വെക്കും. സോ നീട്ടി വെക്കാണ്ട് ഇപ്പോ കറന്റ്ലി ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുക. ഇതിൽ എത്ര പേര് അങ്ങനെ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാൻ വേണ്ടി തയ്യാറാണ്? എത്ര പേര് റെഡിയാണ്? ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ ഇന്ന് തന്നെ, നാളെ ചെയ്യുന്നല്ല, ഇന്ന് തന്നെ ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തിരിക്കും എന്ന് അതിന് തയ്യാറായിട്ടുള്ള എത്ര പേരുണ്ട്? ഒന്ന് പറഞ്ഞേ. റെഡി, ഗ്രേറ്റ്. ഇനി ആരൊക്കെയുള്ളേ? ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാൻ തയ്യാറായിട്ടുള്ള എത്ര പേരുണ്ട്? റെഡി. ഓക്കെ, വെരി ഗുഡ്. താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാൻ വേണ്ടി തയ്യാറാണ്. എന്ന് റെഡിയാണ്? ഇന്നാണോ, നാളെയാണോ, കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണോ? എങ്ങനെയാ വരുന്നേ? ഇന്ന് തുടങ്ങുന്നതാണോ, നാളെ തുടങ്ങുന്നതാണോ, അല്ലെ ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ തുടങ്ങുന്നുള്ളൂ എന്നാണോ? വാട്ട് ഈസ് യുവർ ഡിസിഷൻ? എന്താണ് നിങ്ങളുടെ തീരുമാനം? ഇന്ന് തുടങ്ങേണ്ടത് ഇപ്പോൾ തുടങ്ങണം, നാളെ തുടങ്ങേണ്ടത് ഇന്ന് തുടങ്ങണം എന്നാണല്ലോ പറയാനുള്ളത്. അതെ. യെസ്, ഗ്രേറ്റ്. ഇന്ന് തുടങ്ങണം, ഇപ്പൊ തുടങ്ങണം. ഇപ്പോ നമ്മുടെ ഈ ഒരു സെഷൻ അവസാനിക്കുന്നതോട് കൂടി കംപ്ലീറ്റ് ആയിട്ട് എന്തൊക്കെയാണോ ഇതിൽ ചെയ്യേണ്ടത് അതെല്ലാം നമ്മൾ ചെയ്തിരിക്കണം, ഇൻക്ലൂഡിങ് a few minutes. ഓക്കെ, ഇൻക്ലൂഡിങ് നമ്മൾ ഏത് ടൂൾസ് ആണ്, ഏത് ടൂളാണ് യൂസ് ചെയ്യാൻ പോകുന്നത്? ഡിജിറ്റൽ പ്ലാനർ ആണോ, പോമഡോറോ ആപ്പ് ആണോ, അല്ലെങ്കിൽ നമ്മൾ വേറെ കുറെ ടൂൾസിനെ പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ ഏത് ടൂൾ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഇത് സെറ്റ് ചെയ്യാൻ പോകുന്നത് എന്നടക്കം നോക്കിക്കൊണ്ട് ഇപ്പോ കംപ്ലീറ്റ് ആയിട്ടൊരു പ്ലാൻ നിങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടാവണം.
ഗോൾസിനെ പറ്റിയൊക്കെ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്മാർട്ട് ഗോൾസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗോൾ വേണമെന്ന് എപ്പോഴും പറയുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഒരു ഗോൾ ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഗോൾ ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗോളും ഇന്ന് തന്നെ വേണം. പിന്നെ എന്നല്ല, ആഫ്റ്റർ 10 years, ആഫ്റ്റർ 5 years, ആഫ്റ്റർ 2 or 3 years നിങ്ങൾ എന്ത് വേണം, എന്താവും എന്നുള്ള ഒരു വിഷ്വൽ നിങ്ങളുടെ മുന്നിൽ ഉണ്ടായിരിക്കണം. അതിനനുസരിച്ചുള്ള ഗോൾ നിങ്ങൾ സെറ്റ് ചെയ്യണം. എന്നിട്ട് ആ ഡയറക്ഷനിൽ പോകണം. എന്തൊക്കെയോ ചെയ്യുന്നു, എന്തൊക്കെയോ പ്രവർത്തിക്കുന്നു, എന്തൊക്കെയോ സംസാരിക്കുന്നു, ഏതിലൂടെയൊക്കെയോ പോകുന്നു, ആരുടെയൊക്കെയോ നമ്മൾ സമയം ചെലവഴിക്കുന്നു, കുറെ സമയം വേസ്റ്റ് ആയി പോകുന്നു, കുറെ സമയം വേർഡ് സർഫിങ്ങിലൂടെ പോകുന്നു, കുറെ സോഷ്യൽ മീഡിയയുടെ പിന്നാലെ പോകുന്നു. കംപ്ലീറ്റ്ലി വേസ്റ്റ് ആയിട്ട് പോകുന്നതിനേക്കാൾ ബെറ്റർ പ്രൊഡക്റ്റീവ് ആയിട്ട് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തുകൊണ്ട് സാറ്റിസ്ഫാക്ഷൻ ലെവൽ അറ്റ് ഇറ്റ് പീക്സ്, ആ രീതിയിൽ ഹാപ്പിനെസ്സോട് കൂടി, സമാധാനത്തോടു കൂടി, പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയാണ് നമുക്ക് വേണ്ടത്. അതിന് നമുക്കൊരു ഡയറക്ഷൻ നമുക്ക് ഉണ്ടാവണം, ട്രാക്ക് ഉണ്ടാവണം. ട്രാക്കിൽ കയറി കഴിഞ്ഞാൽ ട്രാക്കിൽ അങ്ങനെ പോവാൻ നമുക്ക്. ആ ട്രാക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം, ട്രാക്ക് നമുക്ക് ഉണ്ടാവണം, ഡയറക്ഷൻ നമുക്ക് ഉണ്ടാവണം. ഇതെല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്യണത്. ഒരാളും നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരില്ല. ഒരാളും നമുക്ക് എന്ത് ചെയ്യില്ല, ട്രാക്ക് ക്രിയേറ്റ് ചെയ്ത് തരില്ല, ഡയറക്ഷൻ പറഞ്ഞു തരില്ല. മെന്റേഴ്സും സപ്പോർട്ടേഴ്സും ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഐഡിയ തരും, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയും. പക്ഷെ തുടങ്ങേണ്ടതും കണ്ടിന്യൂസ് ആയിട്ട് പോവേണ്ടതും നമ്മൾ ഫോഴ്സ് ചെയ്യാനേ പറ്റുള്ളൂ. ചെയ്യേണ്ടത് നമ്മളാണ്, ആക്ഷൻ എടുക്കേണ്ടത് നമ്മളാണ്, അതിനെ വിഷ്വലൈസ് ചെയ്യേണ്ടത് നമ്മളാണ്, എന്നിട്ട് ആ ട്രാക്കിലൂടെ പോവേണ്ടത് നമ്മളാണ്, വർക്ക് ചെയ്യേണ്ടത് നമ്മളാണ്. ബിക്കോസ് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ഒരു അച്ചീവ് ചെയ്യുമ്പോ, നമ്മൾ വിജയിക്കുമ്പോ നേട്ടവും നമുക്ക് തന്നെയല്ലേ. അപ്പൊ നമ്മൾ വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ആ നേട്ടങ്ങളെല്ലാം നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. ചേഞ്ചസ് വരുന്നത് നമ്മളിലാണല്ലോ, നമ്മളിലല്ലേ ചേഞ്ചസ് വരുന്നത്. നമ്മുടെ ചുറ്റുമുള്ളവരിലും ഇതെല്ലാം ചേഞ്ചസ് ഉണ്ടായിരിക്കും. നമ്മൾ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുന്നതനുസരിച്ച് നമ്മുടെ ഒപ്പം ഉള്ളവരും പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുന്നത് കാണാൻ സാധിക്കും. നമ്മുടെ അറ്റ്മോസ്ഫിയർ പോസിറ്റീവ് ആവുന്നത് കാണാൻ സാധിക്കും. മോസ്റ്റ്ലി അങ്ങനെയാണ്. മോസ്റ്റ് ഓഫ് ദി ആളുകളിലും, ഏറ്റവും കൂടുതൽ ആളുകളിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത്. റയർ കേസസിലൊക്കെ ഉള്ളൂ നമ്മൾ എത്ര ചെയ്താലും ശരിയാവുന്നില്ല, അല്ലെങ്കിൽ എത്ര ചെയ്താലും നമ്മൾ ഓക്കെയാണ്, നമ്മളൊപ്പം ഉള്ളവർ അങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ വരുന്നത് റയർ ആയിട്ടുള്ള കേസുകളാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഈ റയർ കേസസ് നമ്മൾ വിട്ട് കളയാ, അതിനതിൻ്റെതായ റീസൺ ഉണ്ടായിരിക്കും. നമ്മുടെ കാര്യം നോക്കുക, നമ്മൾ കൃത്യമായിട്ടല്ലേ ചെയ്യുന്നത് എന്നുള്ളത്. നമ്മുടെ ഭാഗത്ത് ശരിയില്ലേ എന്ന് നോക്കുക. നമ്മുടെ ഭാഗത്ത് ശരിയുണ്ട്, നമ്മൾ കൃത്യമായ ട്രാക്കിലൂടെ പോകുന്നത്, നമുക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്, ആ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ നമ്മൾ പോകുന്നത്. സോ പിന്നെ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല, പേടിച്ചിരിക്കേണ്ട ആവശ്യമില്ല, പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, വെറീസിന്റെ ആവശ്യമില്ല. ഇത് എന്താണ് സംഭവിക്കുന്നത്, ഇനി എന്ത് സംഭവിക്കും എന്നുള്ള പേടിയൊന്നും ഉണ്ടാവേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്, നമ്മുടെ കയ്യിൽ ഒരു ഡയറക്ഷൻ ഉണ്ട്, ആ ഡയറക്ഷനിലൂടെ നമ്മൾ പോകും. അതിന്റെ വരും വരായികളെയൊക്കെ പറ്റി നല്ലപോലെ ചിന്തിച്ചിട്ട് തന്നെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അവിടെ വരുന്ന ഏത് തരം പ്രോബ്ലത്തിനെയാണെങ്കിലും നേരിടാനും അക്സെപ്റ്റ് ചെയ്യാനും മാറ്റിയെടുക്കാനൊക്കെ ഞാൻ തയ്യാറാണ് എന്നുള്ള ഉറച്ച വിശ്വാസം നമുക്കുണ്ട്. അങ്ങനെ ഉണ്ടാവും തോറും എത്രത്തോളം നമ്മൾ വിശ്വാസത്തോടെ പോകുന്നോ, ഒരു രീതിയിലുള്ള ഡിസ്ട്രാക്ഷനെ നമുക്ക് പിടിച്ചു നിർത്താൻ നമ്മളെ പിടിച്ചു നിർത്താൻ സാധിക്കില്ല. ഒരു രീതിക്കുള്ള പ്രോബ്ലത്തിനെ നമ്മൾ പിടിച്ചു നിർത്താൻ സാധിക്കില്ല. ഒരാൾക്കും നമ്മളെ തളർത്താൻ സാധിക്കില്ല. ബിക്കോസ് വി ആർ മെന്റലി സ്ട്രോങ്. നമ്മൾ മെന്റലി സ്ട്രോങ് ആണ്, നമുക്ക് ഡയറക്ഷൻ ഉണ്ട്, ഫോക്കസ് ഉണ്ട്. ഈ ഫോക്കസിലൂടെയാ പോകുന്നത്. ഇനി ഫോക്കസ് നമുക്ക് നഷ്ടപ്പെടുന്നത് ഇറിറ്റേഷൻ ഉണ്ടെങ്കിൽ അതും നമുക്ക് തിരിച്ചറിയാൻ പറ്റും. എനിക്ക് ഫോക്കസ് നഷ്ടപ്പെടുന്നുണ്ട്, പക്ഷെ എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് എന്റെ ഫോക്കസ് നഷ്ടപ്പെടുന്നു, എനിക്ക് ഈ ഒരു ഇമോഷനിലൂടെ കടന്നു പോകുന്നു, ഈ ഇമോഷൻ എന്താണെന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. സോ ദെൻ എന്താണ് വാട്ട്സ് നെക്സ്റ്റ്? ആ ഒരു ഇമോഷൻ എനിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ആ ബുദ്ധിമുട്ടാക്കുന്ന ഇമോഷനെ ഞാൻ മാറ്റിയിരിക്കും. എനിക്ക് എന്തുകൊണ്ട് ഫോക്കസ് വരുന്നു ഞാൻ മനസ്സിലാക്കി, തന്നെ എന്താണ് ഫോക്കസ് നഷ്ടപ്പെടുന്നു എന്ന് മനസ്സിലാക്കി. അപ്പൊ ഫോക്കസ് നഷ്ടപ്പെടാനുള്ള കാരണത്തെ നമ്മൾ എന്ത് ചെയ്യും, കണ്ടുപിടിക്കുന്നു, അതിനെ മാറ്റിയെടുക്കുന്നു. വീണ്ടും ഫോക്കസ് കിട്ടാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കുന്നു. മെഡിറ്റേഷൻ അതിന്റെ ഒരു പാർട്ടാണ് അല്ലെ. ഫോക്കസ് നല്ല രീതിയിൽ ലഭിക്കാൻ വേണ്ടി നമ്മളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഡെയിലി മെഡിറ്റേഷൻ ചെയ്യാന്നുള്ളത്. അത് ആൾമോസ്റ്റ് എല്ലാവരും ഇപ്പൊ നമ്മളിവിടെ സംസാരിക്കുന്നവർ എന്ത് ചെയ്യുന്നുണ്ട്, മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ
ഫോക്കസ് നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ നിന്നൊക്കെ മാറ്റങ്ങൾ വരുന്നതായിരിക്കും. അപ്പൊ ഒരു രീതിയിലും നമ്മൾ വിട്ടുകൊടുക്കാനോ തളർന്നിരിക്കാനോ തോറ്റു കൊടുക്കാനോ ഒന്നും നമ്മൾ തയ്യാറല്ല എന്നുള്ള ഉറച്ച തീരുമാനത്തോടു കൂടി മുന്നോട്ട് പോകണം. എന്റെ മുന്നിലുള്ള ലക്ഷ്യം, ആ ലക്ഷ്യത്തിലേക്ക് ഞാൻ എത്തുന്നു, ഞാൻ വിജയിക്കുന്നു, ഞാൻ രക്ഷപ്പെടുന്നു, ഞാൻ സ്വപ്നം കണ്ട പോലെ ഒരു പൊസിഷനിൽ ഞാൻ എത്തുന്നു. ഇത് മാത്രമായിരിക്കണം നമ്മുടെ മുന്നിൽ ഉണ്ടാവേണ്ടത്. അതിങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കണം. എന്നിട്ട് വേണം നമ്മൾ ഇറങ്ങി പുറപ്പെടാൻ. പിന്നെ മുന്നോട്ട് എടുത്തു വെച്ചേക്കാൾ പിന്നോട്ടേക്കില്ല എന്നുള്ള ഒരൊറ്റ തീരുമാനത്തോടു കൂടി ഒരു ഡിസ്ട്രാക്ഷനെയും നമുക്ക് വിട്ടുകൊടുക്കാതെ, ഒരു ഇമോഷൻസിനെയും നമ്മൾ തളർത്താൻ വിട്ടുകൊടുക്കാതെ, ഒരു പ്രോബ്ലത്തിനെയും നമ്മൾ പേടിച്ചിരിക്കാതെ എല്ലാത്തിനെയും ഫേസ് ചെയ്യാൻ തയ്യാറായിക്കൊണ്ട് രണ്ടും കൽപ്പിച്ചിട്ടിട്ട് ഇറങ്ങി തന്നെ. ഇറങ്ങിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം അതിന്റെ വഴിയിലൂടെ പോരും നടക്കും എന്നുള്ള ഉറച്ച വിശ്വാസം ഉണ്ടായിരിക്കുക. തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നത്. ടൈം മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നത്. ഈ ഒരു ടെക്നിക്കുകളും മെത്തേഡ്സും എല്ലാം യൂസ് ചെയ്തിട്ട് ഇത്രയും കാര്യങ്ങളെല്ലാം അലൈൻ ചെയ്തിട്ട് എല്ലാത്തിനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വീക്ക്ലി പ്ലാനോ ഡെയിലി പ്ലാനോ തയ്യാറാക്കിക്കൊണ്ട് അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ആക്ഷൻ എടുക്കുക. ഓക്കെ, നമ്മുടെ ടോപ്പിക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 3 days വരുന്ന ഈ ഒരു ടോപ്പിക്ക്, വൈഡ് ആയിട്ടുള്ള ടോപ്പിക്ക് കൃത്യമായി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാതരം ക്വസ്റ്റ്യൻസും ഇപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇന്ററാക്ഷൻ ടൈമാണ്. ഓക്കെ, കൺസിസ്റ്റൻസി കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ വാട്ട് ഈസ് ദ റൂട്ട് കോസ്? എന്തുകൊണ്ട് കൺസിസ്റ്റൻസി കിട്ടാതെ ആവുന്നു? എന്താണ് അപ്പൊ വരുന്നത്? എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നത് കൊണ്ടാണോ? വേറെ എന്തെങ്കിലും ഡിസ്ട്രാക്ഷൻ വരുന്നത് കൊണ്ടാണോ? നമ്മൾ എടുത്തിട്ടുള്ള ഗോള് അല്ലെങ്കിൽ നമ്മുടെ ഫോക്കസ്, നമ്മുടെ ഡയറക്ഷൻ സ്ട്രോങ് അല്ലാത്തത് കൊണ്ടാണോ? നമ്മളത് വിഷൻ ചെയ്യാത്തത് കൊണ്ടാണോ? അല്ലെങ്കിൽ എന്താണ് നമുക്ക് വരുന്ന കൺസിസ്റ്റന്റ് ആയിട്ട് പോവാൻ നമ്മളെ സഹായിക്കാതെ നമ്മൾ അവിടെ തടഞ്ഞു നിർത്തുന്ന റീസൺ എന്താണ് എന്നുള്ളത് ആദ്യം ഐഡന്റിഫൈ ചെയ്യണം. എല്ലാവർക്കും ഒരേ റീസൺ ആയിരിക്കില്ലല്ലോ, എവറിത്തിങ് ഡിഫറെന്റ്. അപ്പോ ആ റീസൺ എന്താണ്, റൂട്ട് കോസ് എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് നമ്മൾ അതിന് തീരുമാനം എടുക്കണം. ദെൻ ഒരേ ഒരു തീരുമാനം, ഒരേ ഒരു ഡിസിഷൻ എന്താണ്, ഞാനത് ചെയ്യും, എനിക്കിത് ചെയ്തേ പറ്റുള്ളൂ, എനിക്ക് വേറെ ഒരു വഴിയില്ല, ഞാൻ വേറെ ഒന്നിനെ പറ്റി ആലോചിക്കുന്നേ ഇല്ല എന്നുള്ള ഉറച്ച തീരുമാനം ഉണ്ടായിരിക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ എന്താണ് നമ്മളെ തടഞ്ഞു നിർത്തുന്നത് എന്നുള്ളത് നമുക്ക് തന്നെ മനസ്സിലാവണം. അത് നമ്മൾ കണ്ടുപിടിക്കണം. സെൽഫ് ടോക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ നമ്മളിൽ നടന്നു പോകുന്ന ഓരോ കാര്യങ്ങളെയും വീക്ഷിച്ചിട്ടോ കൃത്യമായി നമ്മളതിനെ നോക്കി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തുകൊണ്ടാണ് ഇത് കിട്ടാത്തത്, എന്താണ് നമുക്ക് വരുന്ന പ്രശ്നം എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ട് ആ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് തീരുമാനം എടുക്കുക. പിന്നെ ഉറച്ച തീരുമാനം തന്നെ, എന്ത് സംഭവിച്ചാലും ഞാൻ വിട്ടുകൊടുക്കുന്നില്ല, എനിക്ക് ഈ ഒരു പൊസിഷനിൽ ഞാൻ എത്തണം, എത്തിയേ പറ്റുള്ളൂ, അവിടെ വേറൊരു ഓപ്ഷനും ഇല്ല, ഒരു എക്സ്ക്യൂസസും ഇല്ല എന്നുള്ള ഉറച്ച തീരുമാനം നമുക്ക് ഉണ്ടാവുക. ഓക്കെ, എനി അതർ ക്വസ്റ്റ്യൻസ്? ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഡൗട്ട്സോ ക്വസ്റ്റ്യൻസോ ഈ ടോപ്പിക് റിലേറ്റഡ് ആയിട്ടോ അതല്ലെങ്കിൽ അതല്ലാത്തതോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ ക്ലിയർ ചെയ്യാം. ഓക്കെ മാം, അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം, ചോദിച്ചോളൂ. എനിക്ക് രാവിലെ എക്സസൈസ് ചെയ്യണം, നടക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്ക് ശാരീരിക ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ, എന്തെങ്കിലും ഒരു പ്രശ്നം തടസ്സം വന്നിട്ട് എനിക്കത് എന്നും ചെയ്യാൻ പറ്റാറില്ല. അതിനെന്താ ചെയ്യാ? അല്ലെങ്കിൽ തലവേദന, അല്ലെങ്കിൽ നടുവേദന, മുട്ടുവേദന,
അങ്ങനെ പല്ലുവേദന അങ്ങനെയായിട്ട് ഓരോന്നായിട്ട് വന്നുകൊണ്ടേയിരിക്കും. അതൊന്നൊരു മാറ്റം അങ്ങോട്ട് വരുന്നില്ല. നടക്കണം, എനിക്ക് എക്സസൈസ് ചെയ്യണം, വെയിറ്റ് കുറക്കണം, ശാരീരികമായ ആരോഗ്യം വേണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ അതില്ല. അതിന് ചെയ്യാനുള്ളത് ഒന്ന് ഉറച്ച തീരുമാനം നമുക്ക് ഉണ്ടാവുക. അടുത്തത് എന്താണ് ചെയ്യാനുള്ളത് എന്ന് വെച്ചാല് ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാതെ, നടക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ മുട്ടുവേദന, തലവേദന അല്ലെങ്കിൽ മറ്റുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ നടക്കുക എന്നുള്ളതിനെ മാറ്റിയിട്ട് 5 മിനിറ്റ് നടക്കുക. 5 മിനിറ്റ്, ഒരു ദിവസം ഒരു 5 മിനിറ്റ് അങ്ങനെ ചെയ്യാം. ഓക്കെ, അങ്ങനെ ചെയ്യാം. അപ്പൊ അങ്ങനെ കുറച്ചു കാലം ചെയ്യുമ്പോ നമ്മൾ ആ ഒരു 5 മിനിറ്റോട് നമ്മൾ യൂസ്ഡ് ആയിരിക്കും. ഒരു 5 മിനിറ്റ് നമ്മൾ മാറ്റി വെക്കുക. അത് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ. അപ്പൊ അതിനു വേണ്ടി മാറ്റി വെക്കുന്ന സമയത്ത് എന്ത് ചെയ്യാം, 5 മിനിറ്റ് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വലിയ യൂസ്ഡ് ആയി മാറും. വലിയ പ്രശ്നം ഉണ്ടാവില്ല. യൂസ്ഡ് ആയി മാറി എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ആ 5 മിനിറ്റിന്റെ കൂടെ വീണ്ടും ഒരു 5 മിനിറ്റ് ആഡ് ചെയ്യുക. 10 മിനിറ്റ് ആക്കുക. അങ്ങനെ 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 കൂട്ടി 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 കൊണ്ടുവരിക. ഒരുമിച്ചിട്ട് ഒരു അരമണിക്കൂർ നടക്കണം എന്ന് പറയുമ്പോഴാണ് നമുക്ക് ഈ പ്രശ്നം വരുന്നത്. ഒരുമിച്ച് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നെങ്കിൽ ചെറിയ ചെറിയ ഇതാക്കിയിട്ട് ചെയ്യുക. എന്നിട്ട് അത് കംപ്ലീറ്റ് ചെയ്യുക. കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും ഈ ഒരു പ്രശ്നം പകരം മാറ്റിയെടുക്കാൻ പറ്റും. ആദ്യം 5 മിനിറ്റോടെ നമ്മൾ യൂസ്ഡ് ആവുക. അത് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു 5 മിനിറ്റ് നടക്കുന്നത് കൊണ്ട് നമുക്ക് വരുന്ന ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. നമ്മളത് ഓക്കെയാണ്, നമ്മുടെ റുട്ടീന്റെ ഭാഗമായി കഴിഞ്ഞു. അത് അങ്ങനെ ആയി കഴിഞ്ഞു എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് 5 മിനിറ്റ് പ്രശ്നമില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ വീണ്ടും ഒരു 5 മിനിറ്റ് ആഡ് ചെയ്യുക. 10 മിനിറ്റ് ആയി. അങ്ങനെ 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 കൂട്ടി 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 കൊണ്ടുവന്നിട്ട് ഒരു അരമണിക്കൂർ ആക്കുക. പിന്നെ അവിടുന്ന് വീണ്ടും കൂട്ടണമെങ്കിൽ വീണ്ടും കൂട്ടാം. അപ്പൊ നമുക്ക് ഈ ഒരു പ്രശ്നത്തെ പരിഹരിക്കാൻ പറ്റുന്നതായിരിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ മാം, താങ്ക് യു. വലൈക്കും. നമ്മൾ തന്നെ തീരുമാനിക്കണം എന്താണ് വർക്ക് ചെയ്യേണ്ടത്, എന്താണ് നമ്മളിൽ ഉണ്ടാവേണ്ട ചേഞ്ചസ് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെ നമ്മൾ മാറണം, അതിനെന്തൊക്കെ ചെയ്യണം, ഇതൊക്കെ നമ്മൾ തീരുമാനിക്കണം. എന്നിട്ട് ആക്ഷൻ എടുക്കേണ്ടത് നമ്മൾ തന്നെയാണ്. നമുക്ക് ഫോഴ്സ് ചെയ്യാനേ പറ്റുള്ളൂ, മോട്ടിവേറ്റ് ചെയ്യാനേ പറ്റുള്ളൂ, നിങ്ങൾ എന്താ പറയാ പറഞ്ഞു തരാനേ പറ്റുള്ളൂ. ആക്ഷൻ എടുക്കേണ്ടത് നമ്മൾ സ്വയം ആക്ഷൻ എടുക്കേണ്ടത് തന്നെയാണ്. കൺസിസ്റ്റന്റ് ആയിട്ട് പോകണം, ഡയറക്ഷൻ വേണം, ഫോക്കസ് വേണം. അപ്പൊ ഇതിനൊക്കെ എന്താണ് നമ്മുടെ ഗോൾ എന്താണോ, നമ്മൾ എവിടെയാണോ എത്തേണ്ടത് എന്നുള്ള ഒരു കൃത്യമായ ധാരണ നമുക്ക് ഉണ്ടാവും. അത് നമ്മുടെ കണ്ണിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് പോകാൻ പറ്റും. നമ്മളെവിടെയും പിടിച്ചു നിർത്താതെ നമ്മൾ അതിലേക്ക് തന്നെ ആകർഷിച്ചു കൊണ്ടേയിരിക്കും. ആ ഒരു മൊമെന്റിലേക്ക് നമ്മളെ ആകർഷിച്ചു കൊണ്ടേയിരിക്കും, നമ്മൾ അതിലേക്ക് എത്തിച്ചേരും. ഓക്കെ, ഇനി അത് ക്വസ്റ്റ്യൻസ്, വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? അപ്പൊ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഈ പറഞ്ഞ പോലെ ഇതെല്ലാം ഉൾക്കൊണ്ടിട്ട് എനിക്ക് സമയമില്ല എന്നുള്ളൊരു പരാതി ഇനി ഉണ്ടാവുമോ? വാട്ട് യു തിങ്ക്? ഇനി എനിക്ക് സമയം ഉണ്ടാവില്ല, എനിക്ക് സമയം തികയുന്നില്ല എന്നുള്ളൊരു പരാതി ഇനി പറയോ? ഇനി അങ്ങനെ പരാതി പറയാനുള്ള ഒരു എക്സ്ക്യൂസ് പറയാനുള്ള ഓപ്ഷൻ ഇല്ല. സമയമില്ല എന്നുണ്ടെങ്കിൽ ആ സമയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് കൃത്യമായ ഒരു ധാരണ കിട്ടിക്കഴിഞ്ഞു. അപ്പൊ എന്ത് തന്നെ സംഭവിച്ചാലും അങ്ങനെ ഒരു എക്സ്ക്യൂസ് ഇനി പറയാൻ പാടില്ല. ഓക്കെ, യെസ് ഓർ നോ? റെഡി അല്ലേ? വെരി ഗുഡ്. കൃത്യമായ ധാരണ കിട്ടിക്കഴിഞ്ഞു. അപ്പൊ ഒരിക്കലും ഇനി എന്തില്ല,
ഇനി അങ്ങനെ ഒരു എക്സ്ക്യൂസ് ഉണ്ടാവാൻ പാടില്ല. നമ്മളിലേക്ക് കിട്ടിയ എല്ലാ കാര്യങ്ങളും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ളതാണ്. നമ്മുടെ ഊർജ്ജത്തോടു കൂടി എനർജറ്റിക് ആയിട്ട് പോസിറ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ളതാണ്. ഒന്നും എവിടെയും കേട്ടിട്ട് എവിടെ ഇട്ട് കൊടുക്കാനുള്ളതോ വിട്ടു കൊടുക്കാനുള്ളതോ അല്ല. അപ്പൊ എന്താ വേണ്ടേ? ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാണ് വേണ്ടത്. നമ്മുടെ ലൈഫിൽ ഇതെല്ലാം ഇംപ്ലിമെന്റ് ചെയ്യണം. നമ്മുടെ ആക്ടിവിറ്റീസുകൾ ഇതെല്ലാം ഇംപ്ലിമെന്റ് ചെയ്യണം. ഡെഫിനറ്റ്ലി നിങ്ങൾ നല്ലൊരു സക്സസ്ഫുൾ ആയിട്ട് എത്തുന്നതായിട്ട് കാണാൻ പറ്റും. ചേഞ്ചസ് വരുന്നതായിട്ട് കാണാൻ പറ്റും. നിങ്ങൾ വിചാരിച്ച മാതിരി പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതിന് നമ്മൾ ആക്ഷൻ എടുക്കണം, ഇംപ്ലിമെന്റ് ചെയ്യണം. കേട്ടിരുന്നത് കൊണ്ടോ മനസ്സിലാക്കിയത് കൊണ്ടൊന്നും കാര്യമല്ല, ആക്ഷൻ എടുത്തേ പറ്റും. അപ്പൊ ഇവിടെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് എന്താണ്, ഇന്ന് തൊട്ടിട്ട് ആക്ഷൻ എടുക്കുന്ന പറഞ്ഞിട്ടുള്ളത്. സോ ഇന്ന് തൊട്ടിട്ട് തന്നെ ആക്ഷൻ എടുക്കുക. ഇനി ഒരു എക്സ്ക്യൂസ് ഇതിന്റെ പേരിൽ ഉണ്ടാവാൻ പാടില്ല. ഇനി ഒരു എക്സ്ക്യൂസ് ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, ക്ലിയർ അല്ലേ? നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാമെന്ന് തോന്നുന്നുണ്ട്. ഡൗട്ട്സും എല്ലാം ക്ലിയർ ആയിട്ടുണ്ട് എന്ന് തോന്നുന്നു. പുതിയ മറ്റുള്ള ഡൗട്ടുകളൊന്നും ഇല്ല എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള 3 ദിവസം വരുന്ന ഒരേ ടോപ്പിക്കിൽ വരുന്ന 3 ദിവസത്തെ സെഷനുകളായിരുന്നു നമ്മളിപ്പോൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. വൈഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിരുന്നു. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക് ആയിട്ട് തീർച്ചയായിട്ടും വരുന്നതായിരിക്കും. അടുത്ത സെഷനിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോ ഇപ്പൊ ഈ 3 ദിവസങ്ങളിലായിട്ട് കിട്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം എവിടെയും വിട്ടുകൊടുക്കാതെ എന്ത് ചെയ്യുക, ലൈഫിൽ കൂടെ കൂട്ടുക, ഇംപ്ലിമെന്റ് ചെയ്യുക, മാറ്റം വരുത്തുക. സമയമില്ല എന്നുള്ള പരാതി മുഴുവനായിട്ട് ഒഴിവാക്കി വിടുക. ഓക്കെ, റെഡി? ഓക്കെ അല്ലേ? ഒന്ന് കമന്റ് ചെയ്തേ ഓക്കെ ആണ് എന്ന് കമന്റ് ചെയ്തേ. ഓക്കെ അല്ലേ? ആരും ഒന്നും കമന്റ് ചെയ്യുന്നില്ലല്ലോ. ജസ്റ്റ് കമന്റ് ഓക്കെ. ഓക്കെ, ദെൻ നമുക്ക് എന്താണ്, ഓക്കെ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. തീർച്ചയായിട്ടും മറ്റൊരു സെഷനിൽ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക് ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും നല്ല ദിനങ്ങൾ നേരുന്നു. Hope you all are doing well. Have a nice and wonderful days. Okay. Have a nice and wonderful days. നന്മ സംഭവിക്കട്ടെ, നല്ലത് മാത്രം സംഭവിക്കട്ടെ. പോസിറ്റീവായിട്ട് ചിന്തിക്കുക, പോസിറ്റീവായിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ പോവുക. ഹാവ് എ ഗ്രേറ്റ് ഡേ. ഓക്കെ മാം, അസ്സലാമു അലൈക്കും. പോസിറ്റീവായിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ പോവുക. നമുക്കും നമ്മുടെ ഒപ്പമുള്ളവർക്കും പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുക. എമ്പതിയോടുകൂടി ആരെയും ഉപദ്രവിക്കാതെ, ആരെയും വിഷമിപ്പിക്കാതെ മുന്നോട്ട് പോവുക എന്നുള്ള ഉറച്ച തീരുമാനം ഉണ്ടായിരിക്കുക. Then everything will be all right. It's okay. പ്രാക്ടീസ് ചെയ്യുക, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. പരാതികളെ മാറ്റി വെച്ചിട്ട് ബ്ലെസ്സിങ്സിനെ എണ്ണുക. എവറിത്തിങ് വിൽ ബി ഓൾ റൈറ്റ്. ഓക്കെ, ദെൻ നമുക്ക് മറ്റൊരു സെഷനിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ ആക്റ്റീവ് ലിസണിങ് ആൻഡ് ആക്റ്റീവ് ഹിയറിംഗ്. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.